ഹലോ എവ്രിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അങ്ങനെ ജൂലൈ മാസത്തിലേക്ക് കടന്നിരിക്കുക അല്ലെ. ഞാകപ്പാടെ നമ്മുടെ കയ്യിലുള്ളത് എത്ര മാസമാണ്? 2 മാസങ്ങളാണ്. ഏതൊക്കെയാണ്? ജൂലൈയും ഓഗസ്റ്റ്. സെപ്റ്റംബർ 6 തൊട്ട് നമ്മൾ എന്തിനു പോവാ? എക്സാമിന് പോവുകയാണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി കുറെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കുട്ടികളാണെങ്കിൽ എന്നോട് വാട്സപ്പിലാണെങ്കിലും പേഴ്സണൽ ആയിട്ട് കോൾ ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, സാറേ ഈ ചാപ്റ്റർ ഇടാവോ, ആ ചാപ്റ്റർ ഇടാവോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാ ചാപ്റ്ററും ഈ 2 മാസത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്തിരിക്കും. ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, കാരണം ടൈമിനനുസരിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്, ഇത്തിരി ലേറ്റ് ആയി പോകുന്നത്. പക്ഷെ ഇന്നും നാളെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, കൂടുതൽ വീഡിയോസ് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ എന്താ പറയുന്നത്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ എന്തായാലും ഈ 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും, മാക്സിമം എല്ലാ ക്ലാസ്സിലും, മാക്സിമം അല്ല എല്ലാ ക്ലാസ്സിന്റെ എന്ത് ചെയ്യും, എല്ലാ ചാപ്റ്ററിന്റെയും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് എന്ത് ചെയ്യും, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ എനിക്ക് ഉറപ്പും തന്നതാണ്. ഞാൻ ആ ഉറപ്പ് എന്ത് ചെയ്യും, പാലിച്ചിരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് മാത്സിലെയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന മാത്സിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോണിക് സെക്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. സാധാരണ ഈ ചാപ്റ്റർ നോക്കിയാൽ നമുക്കറിയാം 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? 1 സർക്കിൾസിനെ പറ്റി പഠിക്കാനുണ്ട്, 2 പാരാബോളാസിനെ പറ്റി പഠിക്കാനുണ്ട്, 3 എലിപ്സ്, 4 എന്താ, ഹൈപ്പർബോള. അങ്ങനെ 4 സെക്ഷൻസിനെ പറ്റിയാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. പക്ഷേ ഫോക്കസ് ഏരിയ വന്നപ്പോൾ അതിൽ സർക്കിളും കളഞ്ഞു, ഹൈപ്പർബോളയും കളഞ്ഞു. ഇപ്പൊ നമുക്ക് ആകെ ഉള്ളത് ഏതൊക്കെയാണ്? പാരാബോളാസും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, എലിപ്സും ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഞാനത് രണ്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആദ്യം പാരാബോളാസ് കാണും, അതിനുശേഷം അടുത്ത വീഡിയോ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എലിപ്സ് നമ്മൾ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് ചോദിക്കാറുള്ളത്. ഈ ചാപ്റ്ററിൽ നിന്നല്ല, പാരാബോളാസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് എന്താണ്, വളരെ കുറവാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും 1-2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഉറപ്പ് പറയാൻ പറ്റും. ചോദിക്കുവാണെങ്കിൽ തന്നെ എത്രയായിരിക്കും, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. വളരെ 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 ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ക്ലാസ് മാത്രം കേട്ടോണ്ടിരുന്നാൽ മതി. ഈ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യണ്ട. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, ഈ വീഡിയോ കണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അതേ കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ, അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പഠിക്കുവാണെങ്കിൽ, അതേ ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റും. എനിക്ക് അത് ഉറപ്പുള്ള കാര്യം കേട്ടോ. ഉറപ്പുള്ളതെന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള കാര്യമാണ്. എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ 10ലും +1ലും +2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരും ഇതുപോലെ അവർക്കും ഈ ചാനൽ ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ഏതാണ്, ചാപ്റ്റർ 11ലെ പരാബോളാസ് എന്ന ടോപ്പിക്കാണ്. നോക്കിയ മക്കളെ, പരാബോളാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് നേരത്തെ കണ്ടിട്ടുള്ള സാധനമാണ്. ഒന്ന്, നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഷേപ്പ്, അതിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് ഏതാ, പരാബോളിക് ആണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചില്ല. ഒരു 2nd ഡിഗ്രി ഇക്വേഷന്റെ ഷേപ്പ് എന്താണ്, പരാബോളിക് ആണെന്ന് നമുക്കറിയാം. അതേപോലെ നമ്മൾ ഇത് വേറെയും പഠിച്ചു ഫിസിക്സിനകത്ത്. ലോസ്, നമ്മുടെ മോഷനിനെ പ്ലെയിനിനകത്തും നമ്മൾ ഇത് പഠിച്ചു, ഹൊറിസോണ്ടൽ മോഷൻസ് ഒക്കെ പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ അതിനകത്ത് ഒരു ത്രോ ചെയ്യുമ്പോൾ എന്ത് ഷേപ്പിലാണ് പോകുന്നത്, പരാബോളിക് ഷേപ്പിലാണ് പോകുന്നത് അല്ലെ. ഈ ഒരു ഷേപ്പിലാണ് പോകുന്നത്. ആ ഷേപ്പിനെ വിളിക്കുന്ന പേരാണിത് പരാബോളാസ്. പക്ഷെ നമുക്ക് അതൊന്നും അല്ല മാത്സിലുള്ളത്. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 4 ടൈപ്പ് പരാബോളാസിനെ പറ്റിയാണ്. അപ്പൊ ഏതൊക്കെയാണ്, 4 ടൈപ്പ് പരാബോളാസ് ഉണ്ട്, അതിൽ കുറച്ച് ടേംസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പരാബോളസിലേക്ക് കിടക്കാം. 1ാമത്തെ ടൈപ്പ് പരാബോള, മക്കളെ ശ്രദ്ധിച്ചോ, 1ാമത്തെ ടൈപ്പ് പരാബോള. ആദ്യമേ പരാബോള കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പരാബോളയുടെ ഇക്വേഷൻ ആണ്. നോക്കിയാൽ 1ാമത്തെ ടൈപ്പ് പരാബോളയാണ് y² = 4ax. എങ്ങനെ വായിക്കുന്നത്, y² = 4ax. എന്താണ് ഓരോന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ എന്റെ പടം വരയ്ക്കാൻ വേണ്ടി പോവാ. എല്ലാവരും ശ്രദ്ധിച്ചോ, y² = 4ax. അപ്പൊ അതിന്റെ പടം വരയ്ക്കാൻ പോവാ. ഒരു x ആക്സിസും ഉണ്ട്, ഒരു y ആക്സിസും ഉണ്ട്. അത് നമ്മൾ y ആക്സിസ് വരച്ചു. അതിനുശേഷം ഞാൻ എന്ത് വരച്ചു, ഒരു x ആക്സിസും കൂടെ വരച്ചു. കണ്ടോ, ഇത് x, ഇതെന്താ y ആക്സിസ്. y² = 4ax ആണെങ്കിൽ നാക്കിന്റെ ഷേപ്പിലാണ് നമ്മുടെ പരാബോള. അത് എങ്ങോട്ടിരിക്കും, റൈറ്റ് സൈഡിലേക്ക് പോകും. എങ്ങോട്ട് പോകും, റൈറ്റ് സൈഡിലേക്ക്, പോസിറ്റീവ് x ആക്സിസിലേക്ക്. കണ്ടോ, അത് ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മുടെ y² = 4ax ടൈപ്പ്. കണ്ടോ, ഇതേത് ഷേപ്പാ, y² = 4ax ടൈപ്പ് പരാബോളയാണ് ഇത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതായത് കുറച്ച് ടേംസ്. ഒന്നാമത് അറിയേണ്ടതാണ് ഈ സാധനം. നമ്മുടെ y ആക്സിസും അല്ലെങ്കിൽ ഒറിജിനും നമ്മുടെ പരാബോളയും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടോ, ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിന്റ്, അതിനെ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ് എന്ന് പറയും. അതിനെ വിളിക്കുന്ന പേര് എത്രയാണ്? അതിന്റെ പേരാണ് വെർട്ടെക്സ്. അപ്പൊ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പരാബോളയും അതേപോലെ തന്നെ നമ്മുടെ ആ ഒറിജിനും കൂടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്, അതാണ് വെർട്ടെക്സ്. നമുക്ക് പഠിക്കാനുള്ള പരാബോളസിന്റെ എല്ലാത്തിന്റെയും വെർട്ടെക്സ് എത്രയാ? 0 0. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിക്കാം ഫൈൻഡ് ദ വെർട്ടെക്സ് എന്ന് ചോദിച്ചാൽ കണ്ട ഉടനെ എഴുതിക്കണം എന്താ? 0 0. ഇനി അടുത്ത് അറിയാനുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഈ ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാന്നറിയോ? A ഡിസ്റ്റൻസ് മാറി. എത്ര ഡിസ്റ്റൻസ് മാറിയാ? A ഡിസ്റ്റൻസ് മാറി ഉള്ള ആ പോയിന്റ് ആണ് ഫോക്കസ് എന്ന് പറയും. എന്ത് പറയും? ഫോക്കസ് എന്ന് പറയും. മനസ്സിലായല്ലോ? ഇപ്പൊ A ഡിസ്റ്റൻസ് മാറിയ എക്സ് ആക്സിസിലാണ് കിടക്കുന്നത് അല്ലെ? ഫോക്കസ് കിടക്കുന്ന എവിടെയാ? എക്സ് ആക്സിസിലാണ്. അപ്പൊ ഫോക്കസ് എക്സ് ആക്സിസിലാണെങ്കിൽ നമുക്കറിയാം അവിടെ y എത്രയാണ്? 0. A ഡിസ്റ്റൻസ് മാറിയാണ്ട് എത്രയായിരിക്കും ഫോക്കസ്? A0. ഫോക്കസ് എത്രയായിരിക്കും? A0. മനസ്സിലായല്ലോ? ഒരു A ഡിസ്റ്റൻസ് മാറിയായോണ്ട് പിന്നെ y ആക്സിസിലാണ്, എക്സ് ആക്സിസിലാണ്, അതുകൊണ്ടാണ് എന്ത് 0 ആയത്. ഓക്കെ, അപ്പൊ നോക്കി, അപ്പൊ നമുക്ക് അടുത്ത ടൈം കിട്ടി ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? A0. അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് പരാബോള y² = 4x, അതിന്റെ വെർട്ടെക്സ് 0 0, അതിന്റെ ഫോക്കസ് എത്രയാണ്? A0. ഇനി നോക്കി, നമുക്ക് അടുത്ത അറിയാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആക്സിസ് ഓഫ് സിമെട്രി ഏതാണെന്ന് നോക്കി. ആക്സിസ് ഓഫ് സിമെട്രി, അതായത് ഏത് ആക്സിസിലാണ് ഈ പരാബോള കിടക്കുന്നത്? ഏത് ആക്സിസിലാണ്? നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏത് ആക്സിസിലാണ് കിടക്കുന്നത്. നമ്മുടെ ഫോക്കസ് കിടക്കുന്ന ആക്സിസ് ഏതാ? എക്സ് ആക്സിസിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ആക്സിസ് ഓഫ് സിമെട്രി ചോദിച്ചാൽ ഏതാ? ഫോക്കസ് കിടക്കുന്ന സിമെട്രി ഏതാ? എക്സ് ആക്സിസ്. ഇതും ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഫോക്കസ് കിട്ടി എക്സ് ആക്സിസ്. ഇനി അടുത്ത് അറിയേണ്ട ടൈം ആണ് ലാറ്റസ് റെക്ടം എന്ന് പറയും. എന്താണ് ലാറ്റസ് റെക്ടം? ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ ഉണ്ടോ, എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസിലൂടെ വരയ്ക്കുന്ന ലൈൻ. എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസിൽ കൂടെ വരയ്ക്കുന്ന ലൈൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലാറ്റസ് റെക്ടം. ഈ റെഡ് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൈൻ കണ്ടു, അതിനെ വിളിക്കുന്ന പേരാണ് ലാറ്റസ് റെക്ടം. ഇനി നമുക്കറിയേണ്ടത് ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞ് ചോദിക്കും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഒരു ലെങ്ത് ആണ്. അപ്പൊ എപ്പോഴും എന്തായിരിക്കും? അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4a. അതിന്റെ ഡിസ്റ്റൻസ് എത്രയാ? 4a. ഓർക്കുക, ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അതിന്റെ അർത്ഥം നമുക്ക് എന്ത് പറയാൻ പറ്റും? A is always greater than 0. A is always greater than 0. മനസ്സിലായല്ലോ? അപ്പൊ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എത്ര കിട്ടി? 4a. ഇനി നോക്കിയാൽ മക്കളെ, ലാറ്റസ് റെക്ടം കിട്ടി, 4a എന്ന് കിട്ടി. ഇനി വേണമെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ്സ് കൂടെ ഞാൻ പറയാം, പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല കേട്ടല്ലോ. അത് നമുക്ക് ചോദിക്കാറില്ല. NCERT അതൊന്നും പറയുന്നുണ്ട്, പക്ഷെ എക്സാമിൽ അതൊന്നും ചോദിക്കാറില്ല. കോർഡിനേറ്റ്സ് ഓർത്ത് വെച്ചോ. ഇത് A, -2a. ഇത് എത്രയാ? A, 2a. ഓക്കെ, അപ്പൊ അതിന്റെ ലെങ്ത് എത്രയാ? 2a - -2a എത്രയാ? 4a എന്ന് കിട്ടി. ഇത് എല്ലാ പരാബോളയ്ക്കും എത്ര തന്നെയാണ്? 4a തന്നെ. അപ്പം 4a കോമൺ ആണ് എല്ലായിടത്തും, വെർട്ടെക്സും കോമൺ ആണ് എല്ലായിടത്തും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താണ്? 4a. വെർട്ടെക്സ് എത്രയാ? 0 0. അത് രണ്ടിടത്തും കോമൺ ആണ്. ഇനി അറിയാനുള്ള അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് ഡയറക്ട്രിക്സ് എന്ന് പറയും. അടുത്ത ഒരു ടേം എന്താണ്? ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നോക്കിയേ, ഇതിന്റെ പുറകിലായിട്ട് നമ്മൾ ഇരിക്കുന്ന പരാബോളയുണ്ട്, അതിന്റെ പരാബോളയുടെ പുറകിലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ, പരാബോളയുടെ പുറകിലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡയറക്ട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ലൈൻ, ഈ നീല കളർ കൊണ്ട് വരച്ചിരിക്കുന്ന ലൈൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയറക്ട്രിക്സ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫോക്കസ് A ഡിസ്റ്റൻസ് മാറിയല്ലേ, അതേപോലെ തന്നെ A ഡിസ്റ്റൻസ് മാറിയായിരിക്കും ആര്? നമ്മുടെ ഡയറക്ട്രിക്സ്. അപ്പൊ ഇത് A ഡിസ്റ്റൻസ് മാറി. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയറക്ട്രിക്സ് എന്ന് കിട്ടും. പിന്നെ ഈ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ അറിയാം. നമുക്കറിയാം, ഇങ്ങനെ ഒരു വര വരയ്ക്കുവാണെങ്കിൽ അതിന് ഇക്വേഷൻ നമ്മൾ പറയുമ്പോൾ എന്താ? y = എന്നാണോ? അല്ല, x = സംതിങ് എന്നാണ് പറയുന്നത്. അപ്പൊ x = ഇത് നെഗറ്റീവ് ആക്സിസിലാണ്. അപ്പൊ എന്ത് കൊടുക്കും നമ്മളിത്? നെഗറ്റീവ് എക്സ് ആക്സിലാണ്, അതുകൊണ്ട് നമ്മൾ ഇത് കൊടുക്കും x = -a. എന്ത് കൊടുക്കും? x = -a. അപ്പൊ ഡയറക്ട്രിക്സ് ചോദിച്ചാൽ ഇവിടെ എന്താണ്? ഡയറക്ട്രിക്സ് ചോദിച്ചാൽ പുറകിലാണ്. അപ്പൊ എന്താണ്? x = -a. എന്ത് കൊടുക്കാം? x = -a. വേണമെങ്കിൽ -a ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും? x + a = 0. മനസ്സിലായല്ലോ? x + a = 0. അപ്പൊ ഓർത്തു വെക്കുക, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പരാബോളയിൽ പഠിക്കാനുള്ളത്. വെർട്ടെക്സ് 0 0 ഈ ടൈപ്പിനെയാണ്. y² = 4x. ഫോക്കസ് എത്രയാണ്? A0. അതേപോലെ തന്നെ ആക്സിസ് ഓഫ് സിമെട്രി ഏതാണ്? എക്സ് ആക്സിസ്. അതേപോലെ തന്നെ എന്താണ്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഈ നീളം എത്രയാ? 4a. അതെല്ലാവർക്കും കോമൺ ആണ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ പുറകിൽ വരയ്ക്കുന്ന വരയാണ്. അതേതാണ്? x = -a. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടൈപ്പ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തരും, y² = ചിലപ്പോൾ 8x എന്നൊക്കെ തരും. ഇത് തന്നിട്ട് ചോദിക്കാം ഫൈൻഡ് ദ ഫോക്കസ്, ഫൈൻഡ് ദ വെർട്ടെക്സ്, ഫൈൻഡ് ദ ആക്സിസ് ഓഫ് സിമെട്രി, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എല്ലാം സിമ്പിൾ ആക്കി തന്നെ പഠിച്ചാൽ മതി. നമ്മൾ ഇതിന് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യും.
ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യും, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യും. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് പരാബോളയെ പറ്റി പഠിക്കാം. ഓക്കെ മക്കളെ, രണ്ടാമത്തെ ടൈപ്പ് പരാബോള. പരാബോളയുടെ ഇക്വേഷൻ ആണ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു -4x. നേരത്തെ എന്തായിരുന്നു, y സ്ക്വയർ ഈസ് ഈക്വൽ ടു +4x എന്നായിരുന്നു. ഇപ്പൊ എന്തായി, y സ്ക്വയർ ഈസ് ഈക്വൽ ടു -4x. നോക്കിയേ, നമുക്ക് സിമ്പിൾ ആക്കി തന്നെ പഠിക്കാം. നോക്കിയേ, y സ്ക്വയർ ഈസ് ഈക്വൽ ടു -4x നമ്മൾ നേരത്തെ വരച്ച പോലെ എന്ത് വരയ്ക്കുന്നു, ഒരു y ആക്സിസ് വരയ്ക്കുന്നു, അതിനുശേഷം എന്ത് വരയ്ക്കുന്നു, ഒരു x ആക്സിസ് വരയ്ക്കുന്നു അല്ലെ. നേരത്തെ നമുക്കറിയാം നമ്മുടെ നാക്ക് എങ്ങോട്ടായിരുന്നു പോയത്, റൈറ്റ് സൈഡിലേക്ക് പോയത്. y സ്ക്വയർ ഈസ് ഈക്വൽ ടു -4x എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും, അത് തന്നെ കറക്റ്റ് ആണ്, ലെഫ്റ്റ് സൈഡിലേക്ക് നാക്ക് നീട്ടിയിരിക്കുക. നോക്കിയേ, ലെഫ്റ്റ് സൈഡിലേക്ക് അതിനെ ഒന്ന് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ഏതാ, അത് കണ്ടോ, നാക്കും നമ്മുടെ ആ ഒറിജിനും കൂടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്, ഇതിനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്, വെർട്ടെക്സ് എന്ന് നമ്മൾ വിളിച്ചു. കണ്ടോ, ഈ പോയിന്റ് ആണ് വെർട്ടെക്സ് എന്ന് വിളിച്ചത്. വെർട്ടെക്സ് ഞാൻ പറഞ്ഞു എല്ലാ പരാബോളയും, നമുക്ക് പഠിക്കാനുള്ള എല്ലാ പരാബോളയുടെയും വെർട്ടെക്സ് എത്ര തന്നെയാണ്, 0 0 ആണ്. ഇനി അടുത്ത അറിയാനുള്ളത് ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഡിസ്റ്റൻസ് മാറിയാണ്. ഇപ്പൊ ഇങ്ങോട്ട് നേരത്തെ റൈറ്റ് സൈഡിലേക്ക് എ ഡിസ്റ്റൻസ് മാറിയത്, പക്ഷെ ഇപ്പൊ എന്തായിരിക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് എ ഡിസ്റ്റൻസ് മാറി. ഇപ്പൊ എന്തായിരിക്കും, എക്സ് ആക്സിസിലാണ്. ഇപ്പൊ എന്താണ്, -a,0. എക്സ് ആക്സിസിലായോണ്ടാണ് എന്ത്, y0 ആയത്, ലെഫ്റ്റ് സൈഡിലേക്കുള്ളതായോണ്ടാണ് എന്ത്, -a എന്ന് കൊടുത്തത്. മനസ്സിലായല്ലോ. അപ്പൊ ഫോക്കസ് -a0. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇത് കണ്ട ഉടനെ എയുടെ വാല്യൂ നെഗറ്റീവ് എന്ന് കരുതരുത്. എ ഓൾവേസ് പോസിറ്റീവ്. എയുടെ വാല്യൂ എത്താണ്, ഓൾവേസ് പോസിറ്റീവ്. ഓർക്കുക. ഇനി നോക്കിയേ, ആക്സിസ് ഓഫ് സിമെട്രി. ഏത് ആക്സിസിലാ ഇത് കിടക്കുന്നേ, ഫോക്കസ് കിടക്കുന്ന ഏത് ആക്സിസിലാ, നമുക്ക് നോക്കിയാൽ അറിയാം, ഫോക്കസ് കിടക്കുന്ന എക്സ് ആക്സിസിൽ തന്നെയാ. നെഗറ്റീവ് എക്സ് ആക്സിസ് ആണെന്നേ ഉള്ളല്ലോ. ഏതാ ആക്സിസ് ഓഫ് സിമെട്രി, ഏതാണ്, എക്സ് ആക്സിസ്. ഇത്രയുടെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ ഒന്നും എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ചോദിക്കുവാണെങ്കിൽ എന്താ, ഡയറക്റ്റ് എക്സ് ആക്സിസ് എഴുതിയാൽ മതി. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം ഞാൻ കഴിഞ്ഞ ഇതിൽ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു, ലാറ്റിസ് റെക്ടം ഓൾവേസ് എത്രയാണ്, 4a. ലാറ്റിസ് റെക്ടം ഓൾവേസ് എത്രയാണ്, 4a. കണ്ടോ, അതിന്റെ നീളം എത്രയാണ്, അതേ ഈ നീളം എത്രയാണ്, 4a. അതായത് നോക്കിയേ, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം 4a ആണ്. ഇതിന്റെ കോർഡിനേറ്റ്സ് പറഞ്ഞാലോ, ഇത് -a, 2a. അതേപോലെ തന്നെ ഇതെന്തായിരിക്കും, -a, -2. ഇത് ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കോർഡിനേറ്റ്സ് ആവശ്യമില്ലാത്ത. ലാറ്റിസ് റെക്ടം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ്സ് എ ലൈൻ, ഇറ്റ്സ് എ ലൈൻ പാസിംഗ് ത്രൂ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. മനസ്സിലായല്ലോ, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താണ്, ഫോക്കസിൽ പാസ് ചെയ്യുന്ന ഒരു ലൈൻ. ഇനി ഡയറക്ട്രിക്സ് നോക്കിയാൽ, ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകെ വരയ്ക്കുന്ന ലൈൻ ഇതല്ലേ. എത്ര ഡിസ്റ്റൻസ് മാറിയാ, എ ഡിസ്റ്റൻസ് മാറി. കണ്ടോ, എ ഡിസ്റ്റൻസ് മാറി. ഇത് പോസിറ്റീവ് എക്സ് ആക്സിലാണ്. അപ്പൊ എന്ത് കൊടുക്കാം, x = a എന്ന് കൊടുക്കാം. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ ഇവിടെ x = a എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ a ഇങ്ങോട്ട് വരുമ്പോൾ x - a = 0 ഇങ്ങനെയും കൊടുക്കാം. ഏത് കൊടുത്താലും എന്താണ്, സെയിം ആണ്. ഇത് നോക്കിയാൽ മനസ്സിലാവും, വെർട്ടെക്സും ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം എന്താണ്, എല്ലായിടത്തും സെയിം ആണ്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തേലേക്ക് കടന്നാലോ. രണ്ടാമത്തെ മനസ്സിലായല്ലോ, നമുക്ക് ഏതാ നമ്മുടെ മൂന്നാമത്തേലേക്ക്. ഓക്കെ മക്കളെ, അടുത്തതാണ് മൂന്നാമത്തത്. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay ടൈപ്പ്. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. അപ്പൊ ഒരെണ്ണം റൈറ്റ് സൈഡിലേക്കായിരുന്നു തിരിഞ്ഞത്, മറ്റേത് ലെഫ്റ്റ് സൈഡിലേക്കായിരുന്നു. പിന്നെ എങ്ങോട്ടാ, മേളിലും താഴെ ഉണ്ടല്ലോ. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും, മുകളിലോട്ട് തിരിഞ്ഞിരിക്കും. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay എങ്ങോട്ടാണ്, നാക്ക് നമ്മുടെ മുകളിലോട്ട് തിരിഞ്ഞിരിക്കും. കേട്ടോ, വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്നതാ, ഇത് എവിടെ ടച്ച് ചെയ്ത് വരയ്ക്കണം, നമ്മള് ഒറിജിനൽ ടച്ച് ചെയ്ത് തന്നെ വരയ്ക്കണം. കാരണം എന്നാ, നമുക്ക് പഠിക്കാനുള്ള എല്ലാം അങ്ങനത്തെ അല്ലേ. ഇതാണ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. ഇനി നോക്കി, ഞാൻ പറഞ്ഞു, കണ്ട ഉടനെ ഞാൻ പറഞ്ഞു എന്താ, വെർട്ടെക്സും ലാറ്റിസ് റെക്ടവും സെയിം ആണ്. വെർട്ടെക്സ് എത്ര തന്നെയാ, 0 0. അത് ഞാൻ മാറ്റം കൊടുക്കുന്നുണ്ടോ, ഇല്ല. ഇനി ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം എത്രയാ, അതും എത്ര തന്നെയാ, 4a. മനസ്സിലായല്ലോ, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടവും വെർട്ടെക്സ് എത്ര തന്നെയാണ്, സെയിം ആണ്. ഇനി നമുക്ക് ഫോക്കസും ആക്സിസും ഒക്കെ ചെക്ക് ചെയ്യാം. ഫോക്കസ് എവിടെയായിരിക്കും, നമ്മുടെ ഈ പരാബോള ഇങ്ങനെ ഇരിക്കുകയാണ്, ഇതിന്റെ ഇടയ്ക്ക് എല്ലാം ആയിരിക്കത്തില്ലേ. അപ്പൊ നോക്കിയാൽ ഇവിടെയാണ് നമ്മുടെ എന്ത്, ഫോക്കസ് ഇരിക്കുന്നത്. ഇത് നോക്കിയേ, ഇത് ഏത് ആക്സിസിലാണ് മക്കളെ ഫോക്കസ് ഇരിക്കുന്നത്, ഫോക്കസ് ഇരിക്കുന്നത് y ആക്സിസിലാണ്. അപ്പൊ ആക്സിസ് ഓഫ് സിമെട്രി ഏതാ, y ആണല്ലോ. ഇനി നോക്കിയേ, ഫോക്കസ് y ആക്സിസിലാകുമ്പോ അവിടെ x എത്രയാ, y ആക്സിസിലുള്ള ഒരു സാധനത്തിന്റെ x വാല്യൂ എത്രയാണ്, 0 ആണ്. y ആക്സിസിലുള്ള ഒരു പോയിന്റിന്റെ x വാല്യൂ എത്രയാണ്, 0. അപ്പൊ 0 ആണ്. പിന്നെ മാറ്റമുണ്ടോ, a ഡിസ്റ്റൻസ് മാറി തന്നെ, അതൊരിക്കലും മാറത്തില്ല. a ഡിസ്റ്റൻസ് മാറി. അപ്പൊ എന്ത് വരും, 0,a. പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് കൊടുത്തത്, ഫോക്കസ് എത്ര കൊടുത്തത്, 0,a എന്ന് കൊടുത്തത്. മനസ്സിലായല്ലോ, പോസിറ്റീവ് y ആക്സിസിലാണ്, y ആക്സിസ് ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന ലൈൻ, എന്താ, ഓപ്പോസിറ്റ് സൈഡ് ടു ദ പരാബോള. പരാബോളയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ്. കണ്ടോ, അതും അതിന്റെ പ്രത്യേകത എന്നതാ, എത്ര ഡിസ്റ്റൻസ് മാറിയ, a ഡിസ്റ്റൻസ് മാറിയ. ഇനി നോക്കിയേ, ഇങ്ങനെ ഒരു ലൈനാ. ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ x = എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്തായിരിക്കും, y = എത്ര കിട്ടും, y = എത്രയാ, നമ്മുടെ y = ഇക്വേഷൻ എന്താ, y = നോക്കിയേ, നെഗറ്റീവ് x ആക്സിസിലായോണ്ട് നെഗറ്റീവ് y ആക്സിസിലായോണ്ട് y = -a. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ ഏതാ,
y is equal to minus a, അല്ലെങ്കിൽ മൈനസ് a ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും y plus a equal to 0. മനസ്സിലായല്ലോ? y is equal to minus a എന്ന് എഴുതാം, അല്ലെങ്കിൽ മൈനസ് a ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും y plus a equal to 0. മനസ്സിലായല്ലോ മക്കളെ? ഇത്രേ ഉള്ളൂ നമ്മുടെ ഏത് മൂന്നാമത്തെ ടൈപ്പ് പരാബോള. നോക്കിയേ ഇക്വേഷൻ എന്നതാ x square is equal to 4a. 4a എന്ന് പറയുമ്പോഴേ ഓർത്തോണം മനസ്സിൽ ഏതാ നമ്മുടെ പരാബോള ഇങ്ങനെ ഇരിക്കും അല്ലെ. അതിന്റെ ഫോക്കസ് എത്രയാ? ഫോക്കസ് എന്ന് പറഞ്ഞാൽ y ആക്സിസിലാണ്. അപ്പൊ x ആക്സിസ് 0 0, a വെർട്ടെക്സ് 0 0, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ് 4a എന്നാണ് അല്ലെ. പിന്നെ നോക്കിയാ ആക്സിസ് അറിയാലോ, y ആക്സിസിലാണ്. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ താഴെ കിടക്കുന്ന അപ്പൊ എത്രയാ y plus a equal to 0. ഇത് നോക്കി ഈ ലാറ്റിസ് റെക്ടം എന്ന് പറഞ്ഞാൽ അറിയാലോ ഇതിലേ കൂടെ ലൈൻ വരയ്ക്കുന്ന ലൈൻ. ഇതിന്റെ ലെങ്ത് കൂടെ വേണേ അറിഞ്ഞു വെച്ചോ 2a, a അല്ല കോർഡിനേറ്റ്സ്. അതേപോലെ ഇവിടെ എന്തായിരിക്കും -2a, a. പക്ഷെ അതൊന്നും ചോദിക്കാറുണ്ട്. ഓക്കെ, മൂന്നാമത്തെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഏതാമത്തെ ലാസ്റ്റ് ടൈപ്പ് പരാബോള. ഓക്കെ മക്കളെ, നമ്മുടെ നാലാമത്തെ ടൈപ്പ് പരാബോള, അവസാനത്തെ ടൈപ്പ് പരാബോള. മൂന്നെണ്ണം നമ്മൾ കിട്ടുമായിട്ട് പഠിച്ചു അല്ലെ. ഇനി നമ്മുടെ നാലാമത്തെ, നമ്മൾ ഇതും കൂടെ എന്ത് ചെയ്യും പൊളിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോ. നാലാമത്തെ ടൈപ്പ് പരാബോളയാണ് x square is equal to -4ay. എനിക്ക് നിങ്ങളോട് വീണ്ടും 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 പറയാനുള്ളത് എയുടെ വാല്യൂ നെഗറ്റീവ് അല്ല. എയുടെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. എയുടെ വാല്യൂ ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയേ, ആദ്യം റൈറ്റ് സൈഡിലേക്ക് വരച്ചു നാക്ക്, രണ്ടാമത് ലെഫ്റ്റ് സൈഡിലേക്ക് വരച്ചു, മൂന്നാമത് മുകളിലോട്ട് വരച്ചു. ഇനി എങ്ങോട്ടാ? ഇനി നമ്മുടെ താഴോട്ട് ഒരു പരാബോള. അപ്പൊ അതാണ് ഏത്? x square is equal to -4ay. നോക്കിയേ, x square is equal to -4ay എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? താഴോട്ടുള്ള. മനസ്സിലായല്ലോ? ഇതാണ് നമുക്കറിയാം x square is equal to -4ay. ഇത് നോക്കിയേ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, എല്ലാം കണ്ട ഉടനെ ആദ്യം എന്ത് എഴുതുക? വെർട്ടെക്സ് 0 0, ലാറ്റിസ് റെക്ടം 4a. ഇത് മറക്കരുതല്ലോ, ഇത് ഒരിക്കലും മാറുന്നില്ല. എല്ലാത്തിനകത്തും എന്താണ്? സെയിം ആണ് ഈ പറഞ്ഞ രണ്ടെണ്ണം. ഏതൊക്കെ? വെർട്ടെക്സും അതേപോലെ തന്നെ ലാറ്റിസ് റെക്ടം. ഇനി നോക്കിയാൽ നമുക്ക് അടുത്ത് അറിയാനുള്ളത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. ഫോക്കസ് എവിടെയാ? എ ഡിസ്റ്റൻസ് മാറിയല്ലേ ഇങ്ങോട്ട്, എ ഡിസ്റ്റൻസ് മാറിയാണ്. എ ഡിസ്റ്റൻസ് മാറി. അപ്പൊ ഇതിന്റെ ഫോക്കസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? താഴെയാണ്, നെഗറ്റീവ് y ആക്സിസിലാണ്. നെഗറ്റീവ് y ആക്സിസ് ആണ് നമ്മൾ എന്ത് കൊടുക്കും? 0. x 0 ആണ്, y ആക്സിസിലായോണ്ട് അതുകൊണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് എന്തായിരിക്കും? 0, -a. അപ്പൊ നമ്മുടെ ഫോക്കസ് എത്ര കിട്ടി? 0, -a. മറക്കല്ലല്ലോ, 0, -a. എന്തുകൊണ്ടാ? താഴെയാണ്, അതുകൊണ്ട് നെഗറ്റീവ്. പിന്നെ എന്തുകൊണ്ടാണ് x 0 ആയത്? y ആക്സിസിലായത്. നോക്കിയ ആക്സിസ് ഏതാ? ഫോക്കസ് കിടക്കുന്ന y ആക്സിസിലാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? y ആക്സിസ് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം? നെഗറ്റീവ് y ആക്സിസ് എന്ന് എഴുതാം. y ആക്സിസ് എഴുതിയാലും നെഗറ്റീവ് y ആക്സിസ് എഴുതിയാലും എന്ത് കിട്ടും? മാർക്ക് തന്നെ കിട്ടും. ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഡിസ്റ്റൻസ് മാറി നമ്മൾ പുറകെ വരയ്ക്കുന്ന വര. കണ്ടോ, എ ഡിസ്റ്റൻസ് മാറി എന്താണ്? പുറകെ വരയ്ക്കുന്ന വര. അപ്പൊ എത്രയായിരിക്കും? എ ഡിസ്റ്റൻസ് മാറി പുറകെ വരയ്ക്കുന്ന വരയുടെ ഇക്വേഷൻ y ആക്സിസിലാണ്. അപ്പൊ y is equal to എന്താണ്? പോസിറ്റീവ് ആയതുകൊണ്ട് y is equal to a അല്ലെ. ഡയറക്ട്രിക്സ് ഇരിക്കുന്ന പോസിറ്റീവ് മേളിലല്ലേ, അപ്പൊ y is equal to a. അതിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? y minus a equal to 0 എന്ന് എഴുതാം. ഇങ്ങനെയും എഴുതാം. ഇത് നോക്കിയ മക്കളെ, ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് പറയുന്നില്ല, പക്ഷെ ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. വേറെ ഒന്നുമല്ല, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്ന സാധനം എത്രയാണെന്ന് ചോദിക്കാറുണ്ട് പരാബോളയ്ക്ക്. നമുക്കത് സർക്കിളിനെ പറ്റി പഠിക്കാനുണ്ട്, എലിപ്സിനെ പറ്റി പഠിക്കാനുണ്ട്, ഹൈപ്പർബോളനെ പറ്റി പഠിക്കാനുണ്ട്. എക്സെൻട്രിസിറ്റി എന്നാന്ന് ഞാൻ എലിപ്സ് പഠിപ്പിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ഞാൻ പഠിപ്പിച്ചോളാം. ജസ്റ്റ് ഓർത്ത് വെക്കുക, പരാബോളയുടെ എലിപ്സ് ചോദിച്ചാൽ, ഏതെങ്കിലും പരാബോളയുടെ എലിപ്സ് ചോദിച്ചാൽ എത്രയായിരിക്കും വാല്യൂ? ഈസ് ഈക്വൽ ടു 1. ഏതിനാ? ഈസ് ഈക്വൽ ടു 1 ഫോർ ആർക്കാ? പരാബോള. മനസ്സിലായല്ലോ? ഇത് മറക്കരുത്. ഈസ് ഈക്വൽ ടു 1 ഫോർ പരാബോള. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 4 ടൈപ്പ് പരാബോളസിനെ പറ്റിയും പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്തേക്കാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്തേക്കാം. നോക്കിയ മക്കളെ, നമ്മൾ നേരെ എക്സസൈസ് 11.2ലേക്ക് കടക്കുകയാണ്. ഫുൾ പരാബോള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ തൊട്ട് 6ാമത്തെ വരെയുള്ള എക്സസൈസ് 11.2ലെ ഒന്നാമത്തെ തൊട്ട് 6ാമത്തെ വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ തരും. അതായത് പരാബോളയുടെ ഇക്വേഷൻ തരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോക്കസ് കണ്ടുപിടിക്കണം, ആക്സിസ് കണ്ടുപിടിക്കണം, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ എന്താ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, y square is equal to 12x. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പരാബോളയുടെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാൻ പറ്റും. എന്നാണോ ഈ ക്വസ്റ്റ്യൻ കിട്ടിയതേ ഉള്ളൂ. ഞാൻ ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ഫോക്കസോ ആക്സിസോ വല്ല ആണോ? അല്ല, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. നോക്കിയേ, y square is equal to 12x എന്നാണ് ഇക്വേഷൻ. അതിലെ ആ 12 വാല്യൂ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ലാറ്റസ് റെക്ടം എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് ഡയറക്റ്റ് എഴുതാം. കാരണം എന്നതാ? നമുക്കറിയാം ഇത് ഏത് ടൈപ്പ് പരാബോളയാണ്. സിമിലാരിറ്റി ഉണ്ട്, നമുക്കറിയാം. ഇത് കാണുമ്പോൾ അറിയാം ഏതാ?
y square is equal to 4ax എന്നാണ്. y square is equal to 4x. കമ്പയർ ചെയ്തേ 4a സ്ഥാനത്ത് എത്രയാ 12. അപ്പൊ നമുക്കറിയാം ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്ടം നമുക്ക് 4a ആണ്. അതിന്റെ എത്രയാണ് വാല്യൂ 12. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്നെ എഴുതേണ്ടത് ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്ടം ആ തന്നിരിക്കുന്ന നമ്പർ. ശ്രദ്ധിക്കുക, y സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷമേ ഉള്ളൂ 12 എന്ന് എഴുതാവുള്ളൂ. ഓക്കെ, y സ്ക്വയർ is equal to 12x, ഇവിടെ 1 ആണ്. നമുക്ക് അങ്ങനെ ഉള്ളൂ ചോദിക്കത്തുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ 4a വാല്യൂ എത്ര കിട്ടി 12. ഇതിനകത്ത് 4a 12 ആണെങ്കിൽ a എത്രയായിരിക്കും? 4a 12 ആണെങ്കിൽ താഴെ പുറത്തോട്ട് വരും 4. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം ഇവിടെ വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. 12/4 എത്രയാ 3. അപ്പൊ a കിട്ടിയല്ലോ. എയുടെ വാല്യൂ എന്താണ് 3. നോക്കിയേ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇത് ഇങ്ങനെ ഇരിക്കും. അതിന്റെ ഫോക്കസ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഫോക്കസ് എന്ന് പറഞ്ഞാൽ A0 എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ എയുടെ വാല്യൂ എത്രയാ 3. ഇപ്പൊ എത്ര കിട്ടി? 30 എന്ന് എഴുതാലോ. ഫോക്കസ് എത്രയാണ് 30. അപ്പൊ ഫോക്കസ് ആയി, ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്ടം ആയി. ഇനി എന്നതാ? ആക്സിസ്. ഓക്കെ, ആദ്യത്തെ ടൈപ്പാ. നമ്മുടെ ഫോക്കസ് എവിടിരിക്കുന്നത് എക്സ് ആക്സിസിലാണ്. അപ്പൊ ആക്സിസ് ഏത് തന്നെയായിരിക്കും? എക്സ് ആക്സിസ് തന്നെയല്ലേ. ആക്സിസ് ഏതാണ്? എക്സ് ആക്സിസ്. ഇനി നോക്കിയേ, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്നാ ഞാൻ പറഞ്ഞത്? പടം മാത്രം അറിഞ്ഞാൽ മതി. ഡയറക്ട്രിക്സ് പുറകിലാണെങ്കിൽ x ഈക്വൽ ടു മൈനസ് എ. അപ്പൊ എന്ത് എഴുതാം? x ഈക്വൽ ടു മൈനസ് എ. അതായത് x ഈക്വൽ ടു എത്ര എഴുതി? മൈനസ് എയുടെ വാല്യൂ എത്രയാണ്? 3. കണ്ടോ? x ഈക്വൽ ടു -3. ഇത്രേ ഉള്ളൂ. വേണമെങ്കിൽ -3 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ എന്താവും? -3 ഇപ്പുറത്തോട്ട് വരുമ്പോൾ +3 ആവും. x + 3 = 0. ഇങ്ങനെയും എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. x² = എന്താണ്? 6y. ഞാൻ നിങ്ങളോട് കണ്ട ഉടനെ എന്ത് എഴുതാനാ പറഞ്ഞത്? ലാറ്റസ്റ്റ് റെക്ടം, LLR. ഞാൻ ഷോർട്ട് ആക്കി എഴുതുവാണേ, ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്ടം. കണ്ട ഉടനെ ഇവിടെയുള്ള നമ്പർ ഏതാ? 4a. അതെത്രയാ? 6. ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്ടം 4a ആണ്. ആ നമ്പർ എത്രയാ? 6. സുഖമായിട്ട് ഒരു മാർക്ക് മേടിച്ചെടുക്കാൻ അല്ലേ? സുഖമാണ്, നോക്കി തന്നെ എഴുതാൻ പറ്റും. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ എത്ര വരും? എന്ന് പറഞ്ഞാൽ 6/4 അല്ലെ. ചെറുതാക്കിയാൽ എത്ര വരും? 3/2. ചെറുതാക്കിയില്ലേലും കുഴപ്പമില്ല. x² = 6y. x² y² അല്ല. അപ്പൊ ഇതെന്ത് വരും? ഇങ്ങനെ ഇരിക്കും അല്ലെ. മുകളിലോട്ടിരിക്കുന്ന ടൈപ്പ് പരാബോളയാണ് എന്ത്? x² = 6y. ഇനി നോക്കിയേ, ഫോക്കസ് എന്തായിരിക്കും? അപ്പൊ അതിന്റെ മുകളിലാണ്, y ആക്സിസിലാണ് അല്ലെ. നമുക്കറിയാലോ ആക്സിസ് ഏതാണ്? y ആക്സിസ് ആണ്. മനസ്സിലായല്ലോ, കാരണം ഫോക്കസ് ഇരിക്കുന്ന എവിടെയാ? y ആക്സിസിലാണ്. അതെന്തായിരിക്കും? y ആക്സിസിലാണ് x0, മുകളിലാണ്. ഇപ്പൊ എന്തായിരിക്കും? 0a. നമ്മുടെ ഏത് ടൈപ്പാ? മൂന്നാമത്തെ ടൈപ്പ്. ഇത് മൂന്നാമത്തെയും ഇത് എത്രയാ? ഒന്നാമത്തെയും ടൈപ്പ്. അപ്പൊ നോക്കിയേ, 0,a. ഇപ്പൊ ഫോക്കസ് ഏതാണ്? 0,a എന്നാണ്. ഇപ്പൊ എന്തെഴുതാം? 0,a സ്ഥാനത്ത് എത്രയാ? 3/2. അപ്പൊ 0,3/2. സിമ്പിൾ അല്ലേ? ഇനി എന്നതാ? ഡയറക്ട്രിക്സ് എവിടെയാ നമ്മൾ വരയ്ക്കുന്നത്? പുറകിൽ എന്ന് പറയുന്നത് ഇവിടെയല്ലേ വരയ്ക്കുന്നത്? നോക്കിയേ, ഡയറക്ട്രിക്സ് പുറകിൽ വരയ്ക്കുന്നു. പുറകിലാണെങ്കിൽ എന്താ ഇക്വേഷൻ? y ആണ്, y ആക്സിസിലാണ്. y = -a അല്ലെ. പുറകിലാണ് y = -a എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? y = -a സ്ഥാനത്ത് -3/2. ഇത് പുറത്തോട്ട് കൊണ്ടുവന്നാൽ y + 3/2 = 0. ഇങ്ങനെയും എഴുതാം. വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. നിർബന്ധമില്ല, ഇതെല്ലാം ചെയ്യണം നിർബന്ധമില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇത് ഇങ്ങനെ വരും. 2 × y എന്ത് എഴുതാം? 2y എന്ന് എഴുതാം. പിന്നെ +3, 2y + 3 /2 ഉണ്ട്. ആ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 0 ആവും. 2y + 3 = 0. ഇങ്ങനെയും എഴുതി നിർത്താം. എഴുതിയില്ലേലും എന്തില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ 3 ആൻസർ എഴുതിയാലും കറക്റ്റാ. y = -3/2 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം? y + 3/2 = 0 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. നോക്കിയാൽ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ y² = -8x. ഇപ്പൊ y² തൊട്ട് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തോ. y² = നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാ? രണ്ടാമത്തെ എങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലേക്കാ അല്ലെ. നോക്കിയേ, y² = -8x. ഞാൻ പറഞ്ഞു, കണ്ട ഉടനെ ആദ്യം എന്ത് എഴുതിയേക്കണം? ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്ടം. -8 ആണോ? അല്ല, നമ്പര് മാത്രം, സൈൻ ഇടണ്ട. ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്ടം 4 എത്രയാ? നമ്പർ എത്രയാ? 8. അപ്പൊ ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്ടം എത്രയാണ്? 8 എന്ന് കിട്ടി. ഇതിനകത്ത് a കണ്ടുപിടിക്കാമല്ലോ. a എന്ന് പറഞ്ഞാൽ എത്രയാ? 8/4 അല്ലെ. a 8/4 എത്രയായി? 2 എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഫോക്കസ് ഇരിക്കുന്നത് എവിടെയാണ്? ഫോക്കസ് ഇരിക്കുന്നത് എക്സ് ആക്സിസിലാണ്, നെഗറ്റീവ് എക്സ് ആക്സിസിൽ. അപ്പൊ നമുക്ക് ആക്സിസ് എഴുതാലോ. ആക്സിസ് ഏതാ? ഡയറക്റ്റ് എഴുതാം, എക്സ് ആക്സിസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? നെഗറ്റീവ് എക്സ് ആക്സിസ്. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, എക്സ് ആക്സിൽ. ഇനി നോക്കിയേ, ഫോക്കസിന്റെ ഇക്വേഷൻ എന്താ? നെഗറ്റീവ് സൈഡിൽ. അപ്പൊ എന്തായിരിക്കും? -a,0. ഏത് ടൈപ്പാ ഇത്? സെക്കൻഡ് ടൈപ്പ് അല്ലേ. -a,0. അപ്പൊ നോക്കിയേ, ഫോക്കസ് എന്ന് പറയുന്നത് എത്രയാണ്? -a,0 ആണ്. -2,0. കണ്ടോ? -a എന്നാണ്, -2,0. ഇവിടെയും എയുടെ വാല്യൂ പോസിറ്റീവാ. എല്ലായിടത്തും എയുടെ വാല്യൂ പോസിറ്റീവാ. നെഗറ്റീവ് ഇടരുതേ. ആക്സിസ് നെഗറ്റീവ് എക്സ് ആക്സിസ്. ഇനി ഡയറക്ട്രിക്സ് നോക്കിയേ. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പൊ ഇവിടെ ഇരിക്കും അല്ലെ, പോസിറ്റീവ് സൈഡ്. അപ്പൊ എന്തായിരിക്കും? x = a എന്ന് എഴുതും. അപ്പൊ എന്തെഴുതാം? x = a. എയുടെ വാല്യൂ എത്രയാണ്? 2. x = 2. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇപ്പുറത്തോട്ട് വരുമ്പോൾ
എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇങ്ങനെയും എഴുതാം. ഏതെഴുതിയാലും എന്താണ് ശരിയാണ്. അപ്പൊ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ചെയ്തേ. 3 ക്വസ്റ്റ്യൻ സിമ്പിൾ ആണല്ലോ. ആകെ 12 ക്വസ്റ്റ്യൻ ഉള്ളു മക്കളെ എൻ്റെ അകത്തുള്ളത്. ആ 12 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഞാനിപ്പോ പറയുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. 12 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് മാക്സിമം അരമണിക്കൂറുള്ളൂ നിങ്ങൾ എടുത്തത്. ഓക്കെ, ആ അരമണിക്കൂർ പഠിച്ചാൽ നമുക്ക് എന്താ 4 മാർക്ക് സുഖമായിട്ട് കിട്ടും. നോക്കിയ മക്കളെ, നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 16y. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. അതെവിടെയാ? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4a എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 4ay എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടൈപ്പാണ്? നാലാമത്തെ. ക്വസ്റ്റ്യനും നാലാമത്തെയാണ്. ഇത് എത്രാമത്തെ ടൈപ്പ് ആണ്? നാലാമത്തെ ടൈപ്പ് പരാബോളയാണ്. അപ്പൊ നോക്കിയാൽ നമ്മൾ ആദ്യം എന്താ എഴുതാൻ പോകുന്നത്? ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ അതിലുള്ള നമ്പർ ഏതാ? 16. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4 എത്രയാണ്? 16. ഒരു മാർക്ക് ആയില്ലേ? ഇതിനകത്ത് എ കാണുമല്ലോ. എന്ന് പറഞ്ഞാൽ എത്ര വരും? 16/4. 16/4 എത്രയാണ്? 4. അറിയാലോ. എയുടെ വാല്യൂ കിട്ടി 4. ഇനി നോക്കിയേ, നാലാമത്തെ ടൈപ്പാ. നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ ഇരിക്കുന്നേ? താഴോട്ടല്ലേ ഇരിക്കുന്നത് നമ്മുടെ പരാബോള. താഴോട്ടാണെങ്കിൽ നമ്മുടെ ഫോക്കസ് എത്രയായിരുന്നു? ഫോക്കസ് എന്ന് പറയുന്നത് y ആക്സിസിലായോണ്ട് എത്രയായിരിക്കും? 0,-a. അപ്പൊ ഫോക്കസ് എത്രയാണ്? ഫോക്കസ് എന്ന് പറഞ്ഞാൽ 0,-a ആണ്. അതിന്റെ അർത്ഥം എത്ര വരും? 0,-a. യുടെ സ്ഥാനത്ത് എത്രയാ? 4. അപ്പൊ ഫോക്കസ് കിട്ടിയില്ലേ? ഫോക്കസ് എത്രയാണ്? 0,-a. താഴെ ആയതുകൊണ്ട് 0,-4. നോക്കിയേ, ആക്സിസ്. ആക്സിസ് ഏതാ? കാണുമ്പോഴേ അറിയാം ഏത് ആക്സിസിലായിരിക്കുന്നേ ഫോക്കസ്. താഴെയാണ് ഇരിക്കുന്നത് അല്ലെ. താഴെ നെഗറ്റീവ് y ആക്സിസിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഏതാണ്? നെഗറ്റീവ് y ആക്സിസ്. y ആക്സിസ് എഴുതിയാലും കുഴപ്പമില്ല. ഇനി എന്നാ കണ്ടുപിടിക്കേണ്ടത്? ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സിന്റെ പ്രത്യേകത എന്നതാ? ഡയറക്ട്രിക്സ് ഇതിന്റെ ഓപ്പോസിറ്റ് മുകളിലായിട്ട് a ഡിസ്റ്റൻസ് മാറി. അപ്പൊ എന്തായിരിക്കും? y ആക്സിസിലാണ്. y is equal to a. ആ ടൈപ്പ്. y is equal to a എത്രയാണ്? y is equal to a യുടെ സ്ഥാനത്ത് 4. അപ്പൊ y is equal to 4 എന്ന് എഴുതാം. അല്ലെങ്കിൽ y minus 4 equal to 0. ഇങ്ങനെയും എഴുതാം. ഏത് എഴുതിയാലും മാർക്കാം. അപ്പൊ നാലാമത്തെയും കഴിഞ്ഞല്ലോ. സിമ്പിൾ ആയില്ലേ? നോക്കിയേ, അഞ്ചാമത്തെ ടൈപ്പ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 10x. ആദ്യത്തെ ടൈപ്പാ. y സ്ക്വയർ വെച്ച് സ്റ്റാർട്ടിങ് ചെയ്തു, പോസിറ്റീവ് ആണ്. അപ്പൊ ആദ്യത്തെ ടൈപ്പ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax ടൈപ്പാ അല്ലെ. ആദ്യം ഞാൻ എന്ത് എഴുതും? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എഴുതുമല്ലോ. 4a. ഇത് എത്രയാ? 4a എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്പർ എത്രയാ? 10. ഇതിനകത്ത് a ആണല്ലോ. എന്ന് പറഞ്ഞാൽ എത്ര വരും? 10/4 ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ 10/4. ഇതിനെ ചെറുതാക്കിയാൽ 5/2 എന്ന് എഴുതാലോ. 5/2 അല്ലെങ്കിൽ 2.5 എന്ന് എഴുതാലോ. ഏതാണെങ്കിലും എഴുതാം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ആണ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ ഫോക്കസ് എത്രയായിരുന്നു? നമുക്ക് അറിയാവുന്ന സാധനമാണ്. ഫോക്കസ് എത്രയാണ്? a0. ഫോക്കസ് എത്രയാണ്? a0. എയുടെ വാല്യൂ എത്രയാ? 5/2. 0 അല്ലെ. a0 അല്ലേ. a0 എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 5/2. ഇത് 0. ഫോക്കസ് ആയി. ഇനി ഏതാ? ആക്സിസ്. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏത് വരും? ആക്സിസ് എന്ന് പറയുന്നത് ഏതാ? നമുക്കറിയാം ഫസ്റ്റ് ടൈപ്പ് ആ. അതിനകത്ത് ആക്സിസ് ഏതാ? എക്സ് ആക്സിസ് ആകണ്ടോ. ഫോക്കസ് ഇരിക്കുന്നത് എവിടെയാ? എക്സ് ആക്സിസിലല്ലേ. ഇനി നോക്കിയേ, ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏതാ? ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് പുറകിൽ വരയ്ക്കുന്ന ലൈൻ. പുറകിലുള്ള ലൈൻ ഏതാ? x equal to minus a. ഡയറക്ട്രിക്സ് ഏതാ? x equal to minus a. അപ്പൊ എന്ത് എഴുതാം? x equal to minus a യുടെ സ്ഥാനത്ത് ഏതാ? 5/2 അല്ലേ. x equal to minus a. x equal to minus 5/2. ഈ 2 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? 2x equal to minus 5 എന്ന് എഴുതാലോ. ഈ minus 5 ഇപ്പുറത്തോട്ട് വരുമ്പോ എന്താവും? 2x plus 5 equal to 0. ഇങ്ങനെയും എഴുതാം. ഏത് എഴുതിയാലും മാർക്കാം. സിമ്പിൾ അല്ലേ മക്കളെ പരാബോള? വളരെ വളരെ ഏറ്റവും എനിക്ക് തോന്നുന്നത് +2 സെറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ് ഇത് പരാബോള എന്ന് പറയുന്നത്. പക്ഷെ കോണിക് സെക്ഷൻ, ജോമെട്രി എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് മടിക്കും. പക്ഷെ സംഭവം എന്താ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇത് പരാബോള എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കി, ആറാമത്തെ ടൈപ്പ്. 1 തൊട്ട് 6 വരെ ഒരേ ടൈപ്പ് ആയിരുന്നു. ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആസ്വദിച്ചോ. ലാറ്റസ് റെക്ടം നമ്മൾ എഴുതും. എത്രയാ? x square is equal to -9y എന്നാണ്. ലാറ്റസ് റെക്ടം -9 ആണോ? അല്ല. എത്രയാണ്? +9. 4 is equal to 9. ഇതിനകത്ത് a എന്ന് പറഞ്ഞാൽ എത്ര വരും? 9/4. എത്രയാണ്? 9/4. നോക്കിയേ, ഏത് ടൈപ്പാ? x square is equal to -4y. കണ്ടോ? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, x square is equal to -16y. ഇത് അതേ ടൈപ്പ് തന്നെയല്ലേ. 9ഉം 16ഉം മാറിയതേ ഉള്ളൂ. അപ്പൊ ഏത് ടൈപ്പാ? ഫോർത്ത് ടൈപ്പ്. x square is equal to -4ay ടൈപ്പ്. നോക്കിയേ, ഇവിടെ എഴുതിയ പോലെ തന്നെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയ പോലെ തന്നെ ഫോക്കസ് എത്രയാ? ഫോക്കസ് എന്ന് പറഞ്ഞാൽ 0,-a. അപ്പൊ എത്ര കിട്ടി? 0,-a. യുടെ സ്ഥാനത്ത് എത്രയാ? -9/4. കിട്ടിയല്ലോ. ഇനി ആക്സിസ്. ആക്സിസ് ഏതാ? ഇതേ, അതും ഒന്ന് തന്നെയാ. ഫോർത്ത് ടൈപ്പ് അല്ലേ. ഫോർത്ത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലെ? താഴോട്ടല്ലേ ഇരിക്കുന്നേ. അപ്പൊ ഏതാ ആക്സിസ്? നെഗറ്റീവ് y ആക്സിസ്. കിട്ടിയല്ലോ. ഇനി അടുത്ത ഏതാ? ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മുകളിലാണ് വരയ്ക്കുന്നത്. അപ്പൊ y is equal to a. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? y is equal to a. യുടെ വാല്യൂ എത്രയാ? 9/4. കിട്ടിയല്ലോ. a is equal to 9/4. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ഇപ്പൊ എന്ത് കിട്ടും? y is equal to 9/4 എന്നാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4y is equal to 9.
അല്ലെ? ഈ 9 ഇപ്പുറത്തോട്ട് വരുമ്പോൾ 4y - 9 = 0 കിട്ടിയില്ലേ? സംഭവം സിമ്പിൾ ആണ് മക്കളെ. എത്ര ഉള്ളൂ ഇത് നമ്മുടെ പരാബോളയിലെ 1 തൊട്ട് 6 വരെയുള്ള ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണ് ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫോക്കസ്, ആക്സിസ്, ഡയറക്ട്രിക്സ്, ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി ഓർക്കുക ഒരു കാര്യം കൂടെ, നമ്മളോട് ഇവിടെ വെർട്ടെക്സ് ചോദിച്ചോ? ഇല്ല, ചോദിച്ചില്ല. കാരണം എന്നാ, ഈ 6 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 6ലെയും വെർട്ടെക്സ് എത്ര തന്നെയാ? 0 ആണ് അല്ലെ? 0 0 എന്നാണ് നമ്മുടെ വെർട്ടെക്സ്. അതേപോലെ തന്നെ എക്സെൻട്രിസിറ്റി ചോദിച്ചോ? ചോദിച്ചില്ല. എക്സെൻട്രിസിറ്റി ചോദിച്ചാലും അറിയാം, നമുക്കറിയാം എത്രയാ? 1. അപ്പൊ വെർട്ടെക്സ് 0 0 എക്സെൻട്രിസിറ്റി എത്രയാ? 1. മറക്കരുത്, എക്സെൻട്രിസിറ്റിയുടെ കാര്യം ചോദിക്കത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങാനും അറിയാതെ ചോദിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് കൊണ്ട് കളയരുത്. എത്രയാ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ? എത്രയാണ്? 1. മറക്കരുതേ. ഇനി നമുക്ക് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. നോക്കി നോക്കളെ, 7 തൊട്ട് 12 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ ഇൻഫോർമേഷൻസ് അങ്ങോട്ട് തരും. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോക്കസോ, ഡയറക്ട്രിക്സോ, വെർട്ടെക്സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തരും. നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ച് ഇക്വേഷൻ ഉണ്ടാക്കുക. നേരത്തെ ഇക്വേഷൻ തന്നിട്ട് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയാ? തന്നിരിക്കുന്ന സാധനങ്ങൾ തന്നിട്ട്, അതായത് കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ട് തിരിച്ച് ഇക്വേഷനിലേക്ക് പോവാം, തലയിലേയും പോവാം. ഓക്കെ, നോക്കിയോ 7ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. നോക്കി നോക്കളെ, 7ാമത്തെ ക്വസ്റ്റ്യനിൽ ഫോക്കസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 6 0. ഫോക്കസ് എത്രയാണ്? 6 0. എന്നിട്ട് ഡയറക്ട്രിക്സ് തന്നിട്ടുണ്ട് എത്രയാ? x = -6. ഫോക്കസ് 6 0, ഡയറക്ട്രിക്സ് എത്രയാണ്? x = -6. അപ്പൊ കാണുമ്പോഴേ നമ്മൾ ഓർക്കുക, ഈ ഫോക്കസ് 6 0 അതായത് സംഭവം നമ്മുടെ A0 ടൈപ്പ് ഫോക്കസ് അല്ലേ? ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്പർ നോക്കിയാൽ മതി. ഏതാ? എവിടെയാണോ നമ്പർ ഉള്ളത് അവിടെ കൊണ്ട് A ഇടുക. അപ്പൊ ഏതാ? ഇവിടെ നമ്പർ 6-ലല്ലേ? ഇപ്പൊ നമ്മൾ ഇത് A0 ടൈപ്പാണ്. A0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് എവിടെ ഇരിക്കുന്നത്? ഇങ്ങനെ ഇരിക്കും അല്ലെ? ഫോക്കസ് എന്ന് പറഞ്ഞാൽ A0. ഇതല്ലേ A0? എക്സ് ആക്സിസിലാണ്. അപ്പൊ എക്സ് ഉണ്ട്, വൈ ഇല്ല, 0. അപ്പൊ എക്സ് ആക്സിസിലാണ്. ഇത് എങ്ങനെ ഇങ്ങനെയുള്ള ടൈപ്പ് പരാബോള? നമ്മുടെ ഒന്നാമത്തെ ടൈപ്പ് അല്ലേ? ഇപ്പൊ A0 ആണെങ്കിൽ y² ഏതാ? ഒന്നാമത്തെ ടൈപ്പ്. ഒന്നാമത്തെ ടൈപ്പ് ആയിട്ട് y² എത്ര കിട്ടി? 4ax എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് എയുടെ വാല്യൂ അറിയാലോ, കാണുമ്പോ അറിയാം. എയുടെ വാല്യൂ എത്രയാ? 6. a = 6. അപ്പൊ എത്ര വരും? y² = 4 × എയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കുക? 6. കണ്ടോ? ax. അപ്പൊ 4 × 6x എത്രയാ? y² = 24x. വളരെ 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 സിമ്പിൾ അല്ലേ? ഇത്ര ഉള്ളു കാര്യം. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് വന്നാലും ചെയ്യാൻ പറ്റുമല്ലോ. സിമ്പിൾ. 4ax. ഇവിടെ നോക്കിയേ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. ഫോക്കസ് 0, -3. അപ്പൊ എവിടെയോ ഒരു നമ്പർ ഉണ്ട് 0-ൽ. ആദ്യം x 0-യാ. അപ്പൊ y ആക്സിസിലാണ് സംഭവിക്കുന്നത്. x 0 ആണെങ്കിൽ നമ്മുടെ സാധനം ഇരിക്കുന്ന എവിടെയാ? y ആക്സിസിലാണ്. അപ്പൊ 0 -3 ആ. അപ്പൊ -3 എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ? 0 -3 ഇങ്ങനെയല്ലേ? അപ്പൊ നമ്മുടെ ഈ ടൈപ്പ് പരാബോള ഏതാ? നമ്മുടെ 4ാമത്തെ ടൈപ്പ് പരാബോള. ഏത് ടൈപ്പാ? 4th ടൈപ്പ്. 4th ടൈപ്പിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാലോ. എന്താ 4th ടൈപ്പിന്റെ ഇക്വേഷൻ? x² = -4ab. കണ്ടോ? x² = -4. ഇതാണ്. സത്യം പറഞ്ഞാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരൊറ്റ ഇൻഫോർമേഷൻ മതി. ഇവർ 2 എണ്ണം തരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഒരെണ്ണം ആണെങ്കിൽ നമുക്ക് സംഭവം കണ്ടുപിടിക്കാൻ പറ്റും. x² = -4ab. ഇനി വേണമെങ്കിൽ ഡയറക്ട്രിക്സ് കൂടെ നോക്കിയാൽ ഡയറക്ട്രിക്സ് പറയില്ല. y = 3. സംഭവം കിട്ടിയല്ലോ. എയുടെ വാല്യൂ എത്രയാ? ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം. ഏതാണോ നമ്പർ തന്നിരിക്കുന്നത് അത് എഴുതുക. നമ്പർ എത്രയാ? 3. അപ്പൊ x² = 4ab. എയുടെ വാല്യൂ എത്രയാ? 3. അപ്പൊ എത്ര കിട്ടി? x² = -4 × a × y. എയുടെ സ്ഥാനത്ത് 3 എന്ന് കൊടുത്തു. അപ്പൊ എത്ര കിട്ടി? x² = -4 × 3 -12y. കണ്ടല്ലോ? സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വെർട്ടെക്സ് 0 0. എന്റെ പൊന്നോ, ഇത് തന്നില്ലേലും നമുക്കറിയാം വെർട്ടെക്സ് എത്ര തന്നെയാ? 0 0 ആണെന്ന് നമുക്കറിയാം. ഇവര് വെറുതെ എന്തിനാണ് ആ പ്രിന്റിങ്ങിന്റെ കളഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഇനി അടുത്ത് നോക്കിയേ, ഫോക്കസ് 3 0. ഫോക്കസ് എത്രയാണ്? 3 0. ഫോക്കസ് 3 0 A0 ആ ടൈപ്പ് അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത 7ാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയല്ലേ? 7ാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാ. ഫോക്കസ് എത്രയാ? A0 ഒന്നാമത്തെ ടൈപ്പാ. ഒന്നാമത്തെ ടൈപ്പിന്റെ ഇക്വേഷൻ ആയിരുന്നു y² = 4ax. പിന്നെ എയുടെ വാല്യൂ എത്രയാ? എയുടെ വാല്യൂ നമുക്കറിയാൻ തന്നിട്ടുണ്ട് 3. അപ്പൊ എത്ര ഇടാം? 4 × 3 × x. 4 × 3 എത്രയാ? 12. y² = 12x. സംഭവം കഴിഞ്ഞു. മാക്സിമം എത്ര മിനിറ്റ് എടുത്തു? 30 സെക്കൻഡ് പോലും എടുക്കത്തില്ല ഇത് സോൾവ് ചെയ്യാനായിട്ട്. അത്രക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് പരാബോളസിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വെർട്ടെക്സ് തന്നിട്ടുണ്ട് 0 0. പിന്നെയും ഒരാവശ്യമില്ലാതെ തന്നിരിക്കുന്നു. ഫോക്കസ് എത്രയാ? -2 0. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ. ഞാൻ പറഞ്ഞു നമ്പർ എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ട് എഴുതുക. -2 0 -8 0 അല്ലെ? എയുടെ വാല്യൂ കിട്ടിയില്ലേ? 2. ഇപ്പൊ നോക്കിയേ, 0 എന്ന് പറയുന്നത് y ആക്സിസിലാണ്. 0 എന്ന് പറഞ്ഞാൽ എവിടെയാ? y ആക്സിസിലാണ്. അപ്പൊ നോക്കിയേ, 0 വരുവാണെങ്കിൽ y ആക്സിസ് 0 y ആക്സിസ് പറഞ്ഞെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ എക്സിലായിരിക്കണമല്ലോ. ഇനി നോക്കിയേ, നെഗറ്റീവ് നമ്പർ. അപ്പൊ നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഇവിടെയല്ലേ വരേണ്ടത്? -a0 ഇങ്ങനെയല്ലേ വരേണ്ടത്? ഇത് ഏത് ടൈപ്പാ? അത് ഇങ്ങനെ ഇരിക്കും. 2ാമത്തെ ടൈപ്പ് അല്ലേ? അത് തന്നെ നമ്മുടെ 2ാമത്തെ ടൈപ്പ് പരാബോളയാണ് ഇത്. 2ാമത്തെ ടൈപ്പിൽ അറിയാലോ ഇക്വേഷൻ. y² = -4ax അല്ലെ?
ഇത് നമ്മളല്ലേ ഇത് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ ആ തിയറി ഒന്ന് കാണുക. തിയറി ഒരൊറ്റ വട്ടം കണ്ടാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, സംഭവം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇത് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ. പക്ഷെ ആദ്യം തൊട്ടേ കാണുന്നവരാണ് ഇത് ഞാൻ ചെയ്യേണ്ട പോലെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. y square is equal to minus 4x. ഇപ്പൊ എത്ര കിട്ടി? മൈനസ് 4 into എയുടെ സ്ഥാനത്ത് എത്രയാ? 2. മൈനസ് 4 into 2 into x. ഇപ്പൊ എത്ര കിട്ടി? മൈനസ് 8x കിട്ടിയില്ലേ? y square is equal to എന്ത് കിട്ടി? മൈനസ് 8x. ഇത്രേ ഉള്ളൂ. നമ്മുടെ 10 ക്വസ്റ്റ്യൻ ആയില്ലേ? ഇനി 2 ക്വസ്റ്റ്യൻ ആണ്. അത് ഇച്ചിരി വെറൈറ്റി ടൈപ്പ്. നോക്കാം. നോക്കിയാ മക്കളെ, നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് വെർട്ടെക്സ് 0 0. വെർട്ടെക്സ് 0 0 തരേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ല, നമുക്ക് അല്ലെങ്കിലും അറിയാം. പാസിംഗ് ത്രൂ 2 3. പാസിംഗ് ത്രൂ ഏതിലൂടെയാ പോകുന്നത്? 2 3ലൂടെ. 2 3 എന്ന് പറയുന്ന നമ്പർ കളിയതില്ലേ, ഒരു ഗെയിം ഉണ്ട് അല്ലെ? അതേപോലെ പാസിംഗ് ത്രൂ 2 3 ആൻഡ് ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് ഏതാ? ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലൂടെയാണ് ആക്സിസ് എന്ന്. ഇപ്പൊ എക്സ് ആക്സിസ് ആയിട്ടുള്ളത് നമ്മൾ 2 എണ്ണ പഠിച്ചേക്കുന്നത് അല്ലെ? എക്സ് ആക്സിസ് ആയിട്ടുള്ളത്. ഫോക്കസ് എക്സ് ആക്സിസിൽ വരുന്ന ഏതൊക്കെയാ? ഒന്ന് നമ്മുടെ ഇടത്തോട്ടുള്ളതും മറ്റേതാ നമ്മുടെ വലത്തോട്ടുള്ളതും. ഇത് 2 എണ്ണമാണ് നമ്മൾ എക്സ് ആക്സിസ് ഫോക്കസ് വരുന്നത്. ഇവിടെയാണെങ്കിൽ ഫോക്കസ് ഏതാ? A0, എന്താ? മൈനസ് A0. ഇതാണ് ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ടുള്ളത് അല്ലെ? ഇതിന്റെ ഇക്വേഷൻ ആയിരുന്നു y square is equal to 4x അല്ലെ? ഇതിന്റെ ഇക്വേഷൻ ആയിരുന്നു y square is equal to 4x. അതേപോലെ ഇതിന്റെ ഇക്വേഷൻ ആയിരുന്നു y square is equal to മൈനസ് 4x. ഇപ്പൊ 2 എണ്ണം ഉണ്ട്. എക്സ് ആക്സിസ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. എക്സ് ആക്സിസിലാണെങ്കിൽ അല്ലെ, ആക്സിസ് എക്സ് ആക്സിസിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ y square is equal to 4x അല്ലെങ്കിൽ എന്താ y square is equal to മൈനസ് 4x. പക്ഷെ അടുത്ത പോയിന്റ് നോക്കി, പാസിംഗ് ത്രൂ 2 3. ഇമ്പോർട്ടന്റ് ആ വേർഡ്, ഇമ്പോർട്ടന്റ് ആ. 2 3 അതിന്റെ അകത്ത് നമുക്ക് നമ്പർ അല്ല അറിയേണ്ടത്, നമുക്ക് അറിയേണ്ടത് അതിന്റെ സൈനാ. 2ഉം 3ഉം രണ്ടും പോസിറ്റീവ് നമ്പേഴ്സാ. രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. നോക്കിയാൽ മക്കളെ, ഈ 2 3 എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും വരുമോ? ഇല്ല. രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ളത് ഇവിടെയല്ലേ 2 3 എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഏതായിരിക്കും നമ്മുടെ ടൈപ്പ്? y square is equal to 4x. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട അതാ. y square is equal to 4x ആണോ y square is equal to മൈനസ് 4x ആണോ? അതെങ്ങനെയാ ഞാൻ മനസ്സിലാക്കിയത്? രണ്ടും പോസിറ്റീവാ. 2 3 എന്ന് പറയുന്നത് -2 അല്ല, അവിടെ +2ഉം +3ഉം ആണ്. അതിന്റെ അർത്ഥം രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഏതാ? ഒന്നാമത്തെ ടൈപ്പ് y square is equal to 4x. മനസ്സിലായല്ലോ? രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ളത് y square is equal to 4x. ഇനി അറിയേണ്ടത് y square is equal to 4x. പക്ഷെ നമുക്കറിയേണ്ട എന്നതാ? എയുടെ വാല്യൂ. എ അറിയാവോ? ഇല്ല. അതിനാണ് തന്നിരിക്കുന്ന പാസിംഗ് ത്രൂ 2 3. എവിടെ പാസിംഗ് ത്രൂ 2 3 എന്ന് കണ്ടാലും, പാസിംഗ് ത്രൂ എന്നുള്ള വേർഡ് കണ്ടാൽ, ഈ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. മാത്സിൽ എൻട്രൻസിലാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് മാർക്ക് കിട്ടാവുന്ന ഒരു സാധനമാണ് ഇത്. പാസിംഗ് ത്രൂ 2 3 എന്ന് പറഞ്ഞാൽ എക്സിന്റെ അവിടെ കൊണ്ട് 2 ഇടുക, വൈയുടെ അവിടെ കൊണ്ട് എത്ര ഇടുക? 3. എക്സ് വൈ എന്നല്ലേ നമ്മൾ സാധാരണ എഴുതുന്നത്. ഇപ്പൊ എക്സിന്റെ അവിടെ കൊണ്ട് 2 ഇടുക, വൈയുടെ അവിടെ കൊണ്ട് 3. ഇപ്പൊ എന്ത് കിട്ടും? y square is equal to 4x എന്നാണ്. ഇതിനകത്ത് എക്സിന്റെ അവിടെ കൊണ്ട് 2 ഇട്ടു, വൈയുടെ അവിടെ കൊണ്ട് എത്ര ഇട്ടു? 3. അപ്പൊ y square, അപ്പൊ 3 square is equal to 4a into 2. അപ്പൊ നോക്കിയേ, 3 square എന്ന് പറഞ്ഞാൽ 9. 4 into 2 എത്രയാ? 8. ഇതിനകത്ത് a എന്ന് പറഞ്ഞാൽ എത്ര വരും? എന്ന് പറഞ്ഞാൽ 9/8 അല്ലെ? ആദ്യം ഇപ്പുറത്തുള്ള എഴുതുക, 8നെ താഴോട്ട് കൊണ്ടുവരിക. അപ്പൊ എയുടെ വാല്യൂ കിട്ടിയില്ലേ? a is equal to എത്ര കിട്ടി? 9/8. a 9/8. ഇനി നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോരെ? y square is equal to 4x എന്നാണ് ഇക്വേഷൻ. അപ്പൊ y square is equal to 4 into എയുടെ സ്ഥാനത്ത് എത്രയാ? 9/8 ഇട്ട് കൊടുക്കുക അല്ലെ? ഈ 4ഉം ഈ 8ഉം കൂടെ കട്ട് ചെയ്യാലോ. 4 8 കൂടെ കട്ട് ചെയ്താൽ 2 അല്ലെ? 8/4 2 ആയുണ്ട്. അപ്പം താഴെ ഒരു 2 ഉണ്ട്. ഇതിനാണ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാ, y square is equal to 9x/2. 4 കട്ട് ചെയ്ത് പോയില്ലേ താഴത്തെ 8 ആയിട്ട്. അപ്പൊ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2y square is equal to 9x. എന്ത് കിട്ടും? 2y square is equal to 9x. വേണമെങ്കിൽ നമുക്ക് ഇത് മാത്രം എഴുതി നിർത്താം, ഒരു കുഴപ്പമില്ല. ഇത് എഴുതിയാലും ഒരു കുഴപ്പമില്ല. സംഭവം ഇത്തിരി ടഫാണ്. ടഫൊന്നും അല്ല, ഇത് +1 പഠിക്കുന്ന നിങ്ങൾക്ക് ഇതൊരു ടഫേ അല്ല. സംഭവം ഞാനൊന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ആദ്യം ഏത് ടൈപ്പ് പരാബോളയാണ് കണ്ടുപിടിക്കാൻ. അതിന് കണ്ടുപിടിക്കാനായിട്ട് ആക്സിസ് അവർ ഉറപ്പായിട്ട് തരും. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y square is equal to 4x അല്ലെങ്കിൽ എന്താ? y square is equal to -4x. പാസിംഗ് ത്രൂ 2 3 ആയതുകൊണ്ട് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ആദ്യത്തെ ടൈപ്പ് y square is equal to 4x ടൈപ്പ്. അതിനുശേഷം പാസിംഗ് ത്രൂ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ അകത്ത് a കണ്ടുപിടിക്കുക, പിന്നെ ഒന്നുകൂടെ ആ ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇത് ചെയ്യാം. ഇതേ ടൈപ്പ് നോക്കിയ മക്കളെ, നമ്മുടെ 12ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ വെർട്ടെക്സ് 0 0. വീണ്ടും പറയുന്നു വെർട്ടെക്സ് 0 0. പാസിംഗ് ത്രൂ 5 2. ഞാൻ പറഞ്ഞു പാസിംഗ് ത്രൂ എന്ന് പറയുമ്പോൾ ആദ്യം നമ്പർ അല്ല നോക്കണം, എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സൈൻ നോക്കണം. രണ്ടും പോസിറ്റീവ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലും പോസിറ്റീവ് വരും. സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്. നേരത്തെ എത്രയായിരുന്നു? എക്സ് ആക്സിസ് വരുമ്പോ എന്തെടുക്കണം? എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ എടുത്തേ?
വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4x എടുത്തു, അല്ലെങ്കിൽ ഏതാ വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു -4x. പക്ഷേ ഇവിടെ ഏതാ സിമെട്രിക് വിത്ത് വൈ ആക്സിസ് ആ. സിമെട്രിക് വിത്ത് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഏതാ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay ഓർ ഏതാ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay. പക്ഷെ ഇവിടെ ഏതാന്ന് ഉറപ്പിക്കാം 5 2 രണ്ടും പോസിറ്റീവാ. 4ay എന്ന് പറഞ്ഞാൽ എങ്ങോട്ടിരിക്കും? മുകളിലോട്ടിരിക്കും. -4ay എന്ന് പറഞ്ഞാൽ എങ്ങോട്ടിരിക്കും? താഴോട്ടിരിക്കും. ഇത് താഴെ നെഗറ്റീവ് നമ്പേഴ്സ് ആ വരുന്നത് അല്ലെ. പക്ഷെ ഇവിടെ 4ay എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അതെവിടെയാ 5 2 എന്ന് പറഞ്ഞാൽ മുകളിലാണ് അല്ലെ. അപ്പൊ ഏതാ നമ്മുടെ ആവശ്യമായിട്ടുള്ള പരാബോള? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി എന്നതാ സ്റ്റെപ്പ് 2 പാസിംഗ് ത്രൂ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് 5. ഇപ്പൊ എക്സിന് 5 കൊടുക്കുമ്പോൾ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു വൈ. വൈയുടെ വാല്യൂ എത്രയാ? 2 കിട്ടിയില്ലേ? 5 സ്ക്വയർ 25 ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു 2 എത്രയാ? 8a. ഇതിനകത്ത് a എന്ന് പറഞ്ഞാൽ എത്ര വരും? 25/8 അല്ലെ. വൈയുടെ വാല്യൂ കിട്ടിയില്ലേ? 8 താഴോട്ട് വന്നു. 25/8 നമുക്ക് ഇട്ട് കൊടുത്താൽ പോരെ. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ഇവിടെ മൂന്നാമത് ഇട്ട് കൊടുക്കാൻ നേരത്തെ എക്സിനും വൈ മാറ്റണ്ട. അതേപോലെ തന്നെ എക്സ് എന്നും വൈ എന്നും എടുക്കുക. എക്ക് മാത്രം മാറ്റിയാൽ മതി. എയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കുക? 25/8 ഇൻറ്റു വൈ. കണ്ടോ? ഈ 4ഉം ഈ 8ഉം കൂടെ നേരത്തെ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്യാലോ. 2 എന്ന് കൊടുക്കാലോ. ഇപ്പൊ എന്ത് കിട്ടി? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25/2 അല്ലെ. 25y/2. ഈ ക്രോസ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 2x സ്ക്വയർ ഈസ് ഈക്വൽ ടു 25y. ഇങ്ങനെ എഴുതി നിർത്താം, ഇങ്ങനെ എഴുതി നിർത്താം. ഏത് എഴുതിയാലും എന്താ? മാർക്കാണ്. മനസ്സിലായല്ലോ? 2x സ്ക്വയർ ഈസ് ഈക്വൽ ടു 25y. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തു? നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ 12 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ എന്താ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരുമാതിരി നല്ല ഒരു 95% ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഫുള്ള് ചെയ്തത്. ആ സമയത്ത് ഞാൻ GPയുടെ അങ്ങനെ ചെയ്തിട്ടില്ല. GPയുടെ കൂടുതലും ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടിയും വെളിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമ്മൾ നോക്കിയറിയാം GPയുടെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കൂടുതലും വെളിയിൽ നിന്നാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട്. ഇനി നമ്മൾ പരാബോള ഫസ്റ്റ് ചെയ്തത് എന്താണ്? ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ സോറി നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വളരെ 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 സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചതിനെക്കാട്ടി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ റെപ്രസെന്റ്സ് പരാബോള വിച്ച് ഈസ് സിമെട്രിക്കൽ അബൌട്ട് പോസിറ്റീവ് വൈ ആക്സിസ്? പോസിറ്റീവ് വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ളത് മനസ്സിലായല്ലോ. പോസിറ്റീവ് വൈ ആക്സിസ് അതിന് സിമെട്രിക് ആയിട്ടുള്ള ഏത് പരാബോളയാണ്? പോസിറ്റീവ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതറിയാം? പോസിറ്റീവ് വൈ ആക്സിസ്. ഇതാണ് പോസിറ്റീവ്, ഇതാണ് വൈ ആക്സിസ് അല്ലെ. ഇതാണ് വൈ ആക്സിസ്. അതിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതെവിടെയാ? അത് ഇവിടെ ആയിട്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരാബോളയാണ്. ഇങ്ങനെ ഒരു പരാബോളയുടെ ഇക്വേഷൻ അറിയാലോ. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay അല്ലെ. ഇങ്ങനെയാണ് നമ്മുടെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് വൈ ആക്സിസ് എന്നാണ് ആദ്യം നോക്കേണ്ടത്. വൈ ആക്സിസ് ആയിട്ട് ഇതാണ് വൈ ആക്സിസ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്. അപ്പൊ ഇത് അതിന്റെ മുകളിലോട്ട് വരയ്ക്കുമ്പോൾ എന്താ? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ്. ഇനി എന്നാ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയുള്ള ഇക്വേഷൻ. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay ഇല്ല. പക്ഷെ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 4ay ഇപ്പുറത്തോട്ട് വരുമ്പോൾ -4ay ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ എയുടെ വാല്യൂ 1 ആണെങ്കിലോ? എയുടെ ലെങ്ത് 1 ആകുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ -4y ഈക്വൽ ടു 0. അപ്പൊ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ മനസ്സിലായല്ലോ. എക്സ് സ്ക്വയർ -4ay ഈസ് ഈക്വൽ ടു 0. അപ്പൊ പോസിറ്റീവ് അബൌട്ട് അല്ല സിമെട്രിക് അബൌട്ട് നെഗറ്റീവ് വൈ ആക്സിസ് ചോദിക്കാം. സിമെട്രിക് അബൌട്ട് എന്താ പോസിറ്റീവ് എക്സ് ആക്സിസ് ചോദിക്കാം. നെഗറ്റീവ് എക്സ് ആക്സിസ് ചോദിക്കാം. നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ, ഡയറക്ട്രിക്സ് ഓഫ് ദ പരാബോള എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay നമ്മുടെ നാലാമത്തെ ടൈപ്പാണ്. ഇവിടെയാണ് ഫോക്കസ് അല്ലെ. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay. ഇനി ഇതിന്റെ എന്നതാ? പരാബോളയുടെ ഇക്വേഷൻ. പരാബോള എന്ന് പറഞ്ഞാൽ അല്ല ഡയറക്ട്രിക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പുറകെ വരയ്ക്കുന്ന ലൈൻ. y ഈസ് ഈക്വൽ ടു a എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ y ഈസ് ഈക്വൽ ടു a ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. എനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? y മൈനസ് a ഈക്വൽ ടു 0. ഏതാ ഓപ്ഷൻ? സി. സിമ്പിൾ അല്ലേ? ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് 1 മാർക്ക് മേടിച്ചെടുക്കാം. നോക്കിയാൽ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലെങ്ത് ഓഫ് ദ ലാറ്റസ്റ്റ് റെക്ടം ഓഫ് ദ പരാബോള y സ്ക്വയർ ഈസ് ഈക്വൽ ടു -8x. പരാബോളയുടെ ലാറ്റസ്റ്റ് റെക്ടത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഈ വീഡിയോ ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലെ. സുഖമായിട്ട് 1 മാർക്ക് കിട്ടത്തില്ലേ? 1 മാർക്കിന് തോക്കുന്ന എത്ര പിള്ളേരുണ്ടെന്ന് അറിയോ? നമ്മുടെ എനിക്കറിയാവുന്ന ഒരു കുട്ടി വരെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ 1 മാർക്കിന് വില കൽപ്പിക്കണം അല്ലെ. ആ 1 മാർക്ക് നോക്കിയേ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ. ലാറ്റസ്റ്റ് റെക്ടത്തിന്റെ ലെങ്ത് എത്രയാണ്? y സ്ക്വയർ ഈസ് ഈക്വൽ ടു -8x എന്ന് തന്നിട്ടുണ്ട്.
എന്നിട്ട് അതിന്റെ ലാറ്റസ്റ്റ് റെക്ടത്തിന്റെ ലെങ്ത് ഞാൻ കാണുമ്പോഴേ പറഞ്ഞു ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറഞ്ഞാൽ എന്താ 4a. ഒന്നും അറിയത്തില്ലവൻ അറിയാത്തവന് പോലും ഇവിടെ തന്നിട്ടുള്ള നമ്പർ അതെടുത്ത് എഴുതുക. y square is equal to -8x. സൈൻ ഇടണോ? വേണ്ട. -8 എന്ന് ഇടണോ? ഇല്ല. ജസ്റ്റ് നമ്പർ മാത്രം. ഏതാ? 8. ഏതാ ആൻസർ? 8. സിമ്പിൾ അല്ലേ? -8 എന്നാണോ? അല്ല, +8. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 4a ആണ്. 4a വാല്യൂ എത്രയാ? 8. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പരാബോള y square is equal to ax. 4x എന്നില്ല, വെറും ax which passes through 1 2. ഫോക്കസ് കണ്ടുപിടിക്കാൻ a യുടെ വാല്യൂ കണ്ടുപിടിക്കണം. പാസിംഗ് ത്രൂ 1 2 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പാസിംഗ് എന്ന് കണ്ടാലേ അവിടെ വാല്യൂ ഇട്ട് കൊടുത്തേക്കണം. എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 2. 1 2 എന്ന് പറഞ്ഞാൽ നോക്കിയേ, വൈയുടെ സ്ഥാനത്ത് 2. 2 square is equal to a into x. എക്സിന്റെ സ്ഥാനത്ത് എത്രയാ? 1. 2 square എന്ന് പറഞ്ഞാൽ 4. 4 is equal to a into 1. a യുടെ വാല്യൂ ഇട്ടില്ലേ 4. നോക്കിയത് ഏത് ടൈപ്പാ? y square is equal to ax. ഫസ്റ്റ് ടൈപ്പ് അല്ലേ? നമ്മുടെ y square is equal to 4x മോഡൽ അല്ലേ? അതെങ്ങനെയായിരുന്നു വരച്ചത്? ഇങ്ങനെ വരച്ചത് അല്ലെ? ഇതിന്റെ ഫോക്കസ് എത്രയായിരുന്നത്? a0. ഇവിടെയും ഫോക്കസ് എത്രയായിരിക്കും? a0. a0 എന്ന് പറഞ്ഞാൽ ഏതാ? എയുടെ സ്ഥാനത്ത് 4. എത്ര കിട്ടും? 4,0. മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ്. നോക്കിയേ മക്കളെ, ഇത് നമ്മുടെ NCERT-യിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷെ ഇത്തിരി എന്താ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേര്. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് എക്സ്ട്രാ ഒന്ന് പഠിച്ചു വെച്ചേര്. ഇത് ഫോക്കസ് NCERT പറഞ്ഞിട്ടുള്ളതുണ്ട്. കാരണം നമുക്കറിയാലോ, ഇപ്പൊ SSLC ഒക്കെ എഴുതിയവരോട് ചോദിച്ചാൽ എല്ലാവർക്കും A+ അല്ലെ, എല്ലാവർക്കും ഫുൾ മാർക്ക് എന്നാണ് കുറെ ന്യൂസ് ഒക്കെ വന്നിട്ടുള്ളത്. നമുക്ക് A+ കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ എന്ത് വേണേലും ചെയ്യാം. അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ തീർന്നില്ലേ, നമ്മൾ പഠിച്ചു മൊത്തം വെറുതെ. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചോ, focus of a parabolic mirror is at a distance of 5 centimeter from the vertex. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു പാരാബോളിക് ഷേപ്പിലുള്ള ഒരു മിറർ ഉണ്ട്. മിറർ കണ്ടോ, ആ കറുത്ത ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഫോക്കസ്. അത് എത്ര സെന്റിമീറ്റർ മാറിയാ? 5 സെന്റിമീറ്റർ മാറിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഫോക്കസ് എത്രയാ? 5 സെന്റിമീറ്റർ ആണ്. ആദ്യത്തെ ടൈപ്പ് ആയതുകൊണ്ട് എന്താ? a0 ആണ് അല്ലെ? ആദ്യത്തെ ടൈപ്പ് അല്ലെ? പടം കാണുമ്പോൾ അറിയാം. പടവും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഫോക്കസ് a0 ടൈപ്പ് ആണ്. എയുടെ വാല്യൂ എത്രയാ? 5. 5,0. എയുടെ വാല്യൂ കിട്ടി എത്ര കിട്ടി? 5 എന്ന് കിട്ടി. നോക്കിയേ, if the mirror is 45 centimeter deep, find AB. മിററിന്റെ ആഴം കണ്ടോ? അതായത് ഇങ്ങനെ ഒരു മിറർ ഷേപ്പിലാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എത്രയാ? 45 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AB യുടെ ഡിസ്റ്റൻസ് കാണാൻ, AB യുടെ ഡിസ്റ്റൻസ് ഈ കണ്ടോ, ഈ ഡിസ്റ്റൻസ് AB യുടെ ഡിസ്റ്റൻസ് കാണാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇത് 45 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എയുടെ കോർഡിനേറ്റ് എക്സ് അറിയാം. എന്ന് പറഞ്ഞാൽ എക്സ് ഇങ്ങോട്ടുള്ള നീളം അറിയാമല്ലോ, 45. വൈ അറിയാവോ? ഇല്ല, വൈനെ ഞാൻ അറിയാത്തതുകൊണ്ട് ഞാൻ 45, y നിട്ടു. ഞാൻ ഇത് ഈ ഡിസ്റ്റൻസ് എനിക്ക് കാണാൻ ചോദിച്ചാൽ ഇത് എത്ര തന്നെയായിരിക്കും? 45, y ആക്സിസിലായോണ്ട് എത്രയായിരിക്കും? -y ആവുമല്ലോ. എക്സ് ആക്സിസിൽ 45, y അല്ലെ? പോസിറ്റീവ് സൈഡിലായതുകൊണ്ട് നീളം പറഞ്ഞിട്ടുണ്ട് 45. y ആക്സിസ് നമുക്ക് അറിയത്തില്ല. ഈ എക്സ് ആക്സിസിന് എടുക്കാൻ കാരണം ഇങ്ങനത്തെ ഡിസ്റ്റൻസ് തന്നിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇത് y ആക്സിസിന്റെ ഡിസ്റ്റൻസ്. 45, y താഴെ എത്രയായിരിക്കും? 45, -y. ഇനി ആ വൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇത് ഫസ്റ്റ് ടൈപ്പ് ആൻഡ് ഇക്വേഷൻ y square is equal to 4x. അപ്പൊ 45, y ഇത് പാസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എക്സിന് വൈയുടെ സ്ഥാനത്ത് y തന്നെ കൊടുക്കുക. y square is equal to 4 into ax. എയുടെ വാല്യൂ അറിയാമല്ലോ, 5 into x എത്രയാ? x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാ? 45 അല്ലേ? 45, y പാസ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം x എത്രയാ? 45 ആണോ? x y എന്നാണ്. എക്സിന്റെ സ്ഥാനത്ത് എത്രയാ? 45. അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുത്തു. 4 into 5 20. 20 into 45 എന്ന് കിട്ടും. 20 into 45 എത്രയാ? 45 into 2 90. അപ്പൊ 900 എന്ന് കിട്ടും. y square 900. അപ്പൊ y-യുടെ വാല്യൂ എത്രയാ? √900. √900 എത്രയാ? 30 സെന്റിമീറ്റർ. √900 വാല്യൂ എത്രയാ? 30. അപ്പൊ y-യുടെ ആക്സിസ് കിട്ടിയില്ലേ? 30. ഇത് എത്രയാ? 45, 30. ഇത് എത്രയാ? 45, -30. ഇനി ഇതിന്റെ ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ AB യുടെ ഡിസ്റ്റൻസ് കാണാൻ എന്താ പറയുന്നത്? നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഒന്നും അപ്ലൈ ചെയ്യണമെന്നില്ല. കാരണം എന്താ? ഒരു ആക്സിസ് സെയിം അല്ലേ? അതായത് ഒരെണ്ണം 45 തന്നെയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ മറ്റേതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. മറ്റേതിന്റെ ഡിഫറൻസ് എത്രയാ? ഇവിടെ 30, ഇവിടെ എത്രയാ? -30. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുത്താൽ പോരെ. അപ്പൊ AB എന്ന് പറയുന്നത് x2 - x1. x2 എത്രയാ? നമുക്ക് 30 എടുക്കാം. 30 മൈനസ് എത്രയാ? -30. അപ്പൊ എത്ര കിട്ടും? 30 - -30 രണ്ടും പോസിറ്റീവ് ആയിട്ട് മൈനസ് വരെ പ്ലസ് ആവുന്നുണ്ട്. 30 + 30 എത്ര കിട്ടും? 60 സെന്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായാലോ മക്കളെ? 30 - 30. അപ്പൊ AB യുടെ ഡിസ്റ്റൻസ് അല്ലായിരുന്നു ചോദിച്ചിട്ടുള്ളത്, 60 സെന്റിമീറ്റർ എന്ന് കിട്ടും. നോക്കി, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് ജൂൺ 2008 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് ഇച്ചിരി വെറൈറ്റി രീതിയിലാണ് ചോദിച്ചത്. അതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താക്കാം. ഇതാണ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം സാധാരണ
ഒരൊറ്റ കാര്യം ചെയ്താൽ നിങ്ങൾ ചെയ്യും, എനിക്കത് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഞാനിതൊന്ന് പറഞ്ഞ, അതായത് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി മാത്രം പറയുന്ന കേട്ടോ. x² + 16y = 0. ഇതിനെ എന്ത് കണ്ടുപിടിക്കാനാ? ഫോക്കസ്, വെർട്ടെക്സ്, ലാറ്റസ് റെക്ടം, ആക്സിസ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ഓർക്ക് ഇത് നമ്മൾ പഠിക്കാത്ത ഒരു ഇക്വേഷൻ അല്ലേ എന്ന് ചോദിക്കും. ഇത് പരാബോള തന്നെയാണ്. നമ്മൾ ആ 16y അപ്പുറത്തോട്ട് ഉണ്ടായാൽ മതി. +16y അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? -16y. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, അത്രയും ചെയ്താൽ മതി. ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും. മനസ്സിലായല്ലോ? +16y എന്ത് ചെയ്യുക? അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 2 വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഒക്ടോബർ 2011 ചോദിച്ചു, ജൂൺ 2008 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് നോക്കിയേ, x² = ഏത് ടൈപ്പാ? -4ay ടൈപ്പ് അല്ലേ? ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടാം? ലാറ്റസ് റെക്ടം. ഞാൻ പറഞ്ഞു ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നമ്പർ എത്രയാ? 4a. അത് എത്രയാ? 16. ഇതിനകത്ത് നേരിട്ടുമല്ലോ. എന്ന് പറഞ്ഞാൽ 16/4 എത്രയാ? 4. ഏത് ടൈപ്പാ? 4th ടൈപ്പ് അല്ലേ? ഇത് ഇങ്ങനെ ഇരിക്കും. 4th ടൈപ്പ് എന്ന് പറഞ്ഞാൽ താഴോട്ട്. ഇവിടെയാ ഫോക്കസ് വരുന്നത്. ഫോക്കസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? y ആക്സിസിലാണ് അല്ലെ? ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതാ? നെഗറ്റീവ് y ആക്സിസ്. നെഗറ്റീവ് y ആക്സിസ്. എന്തായിരുന്നു ഫോക്കസ്? ഫോക്കസ് എന്ന് പറയുന്നത് 0, x 0. അപ്പൊ 0, -a. എത്ര കിട്ടും? 0, -a. എയുടെ സ്ഥാനത്ത് എത്രയാ? 4. മനസ്സിലായാലോ? 0, -4 ആക്സിസ് y. ഇനി എന്നതാ? ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് നമുക്കറിയാലോ. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകെ വരയ്ക്കുന്ന ലൈൻ y = a ടൈപ്പ്. എത്ര കിട്ടും? y = a. y = 4. അല്ലെങ്കിൽ 4 ഇപ്പുറത്തോട്ട് വരുമ്പോ എന്താ? y - 4 = 0. ഇങ്ങനെ എഴുതാലോ. പിന്നെ എന്നതാ? വെർട്ടെക്സ്. വെർട്ടെക്സ് ഞാൻ പറഞ്ഞു ചോദിക്കത്തില്ല. ഇൻ കേസ് ചോദിച്ചാൽ എന്തെഴുതി വെച്ചേക്കണം? നമുക്ക് പഠിക്കാനുള്ളതിന്റെ എല്ലാ വെർട്ടെക്സ് എത്രയാ? 0, 0. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ട്. ഇതിനപ്പുറത്തോട്ട് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലായിരുന്നു മക്കളെ. വളരെ തുച്ഛമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് പരാബോളയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി ഇച്ചിരൂടെ ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇച്ചിരൂടെ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. പക്ഷെ ഭാഗ്യവശാൽ എന്താണോ? ഇത്രേ ഉള്ളൂ. നിർഭാഗ്യവശാൽ, സോറി, ഭാഗ്യവശാലല്ല, നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എന്താ ഇച്ചിരി ക്വസ്റ്റ്യൻസേ ഉള്ളൂ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ പക്ഷെ അതൊന്നും മൈൻഡ് ആക്കണ്ട. നമ്മൾ പഠിച്ചു, പരാബോള ഈ വീഡിയോ കണ്ടു, നമ്മൾ പഠിച്ചു. ഇനി എന്താ? നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ചെയ്തിരിക്കും അല്ലെ? അതേപോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് 1 2 വട്ടം കണ്ട് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി പ്രത്യേകിച്ച് ഒരു ക്വസ്റ്റ്യൻസും ചെയ്യാൻ പോകണ്ട. ഇതേ ഇത്രേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തോട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല കേട്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. പരാബോള കഴിഞ്ഞു. ഇനി നമ്മൾ എലിപ്സ് എടുക്കും. നമ്മൾ അതേപോലെ തന്നെ ഞാനില്ലേ, എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഈ ചാപ്റ്റർ എടുക്കാവോ, ആ ചാപ്റ്റർ എടുക്കാവോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കും. ഞാൻ ഉറപ്പായിട്ടും ഞാൻ എന്ത് ചെയ്യും? എടുത്തിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ടും എടുത്തിരിക്കും. എന്ത് ചെയ്യുക? നിങ്ങൾ ഞാൻ ഇപ്പൊ ചെയ്തിട്ടുള്ള എന്ത് ചെയ്യുക? വീഡിയോ കാണുക, പഠിക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, എഴുതിയെടുക്കുക, നോട്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ചാപ്റ്ററും ചെയ്തിരിക്കും. ഡൗട്ട്സ് ഉള്ളവർക്കാണെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ എന്നോട് ചോദിക്കാം. ഗ്രൂപ്പിൽ ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ എന്താ ഇതിനകത്ത് കമന്റ് ഇട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്താ നമുക്ക് വാട്സപ്പ് ഉണ്ട്, ആ വാട്സപ്പിൽ എവിടെയാണെങ്കിലും എന്ത് ചെയ്യാം? ചോദിച്ചാൽ മതി. ഞാൻ എന്തായിട്ടും ഉറപ്പായിട്ട് ഞാൻ ആൻസർ ചെയ്യും. ഇച്ചിരി ലേറ്റ് ആയാലും എന്തായിരിക്കും? ഉറപ്പായിട്ടും ആൻസർ ചെയ്യും കേട്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഇനി 2 മാസം കൂടെ ഉള്ളൂ. 2 മാസം നമ്മൾ നല്ലതായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അത്രയ്ക്ക് കഷ്ടപ്പെടാനൊന്നും ഇല്ല, എല്ലാം കുറച്ചേ ഉള്ളൂ. കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് നല്ല മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഞാൻ ബയോളജി എടുക്കത്തില്ല. ചിലവർ ബയോളജി എടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ബയോളജി എടുക്കത്തില്ല. ബയോളജി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അന്നൊക്കെ ചുമ്മാ പഠിക്കുമായിരുന്നു. നമ്മളൊന്നും മനസ്സിലാക്കിയൊന്നും അല്ല പഠിച്ചത് കേട്ടോ. അപ്പൊ അത് എടുക്കത്തില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. എന്റെ മെയിൻ സബ്ജക്ട് മാത്സ് ആണ്. ഞാൻ ഒരു മാത്സ് ഫാക്കൽറ്റി ആണ്. എൻട്രൻസ് പഠിപ്പിക്കുന്നു. പക്ഷെ എന്താ ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ എന്താ ട്യൂഷൻ പരമായിട്ടുള്ള കാര്യങ്ങളും NCERT സിലബസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നല്ലതായിട്ട് പഠിക്കുക. 2 മാസം ഉള്ളൂ. 2 മാസം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ നമുക്ക് A+ അല്ല ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. A+ അല്ല ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.